വെൽക്കം ടു മാനസീസ് മാത്സ് സൊല്യൂഷൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പാക്ട്നെസ് എന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾക്ക് ഓപ്പൺ കവർ എന്താണെന്നും സബ് കവർ എന്താണെന്നും പറയണം. അപ്പോൾ ഞാൻ എക്സ് എന്ന് പറയുന്നൊരു ടോപ്പോളജിക്കൽ സ്പേസ് എടുത്തു. അപ്പോൾ എക്സിൻ്റെ ഒരു സബ്സെറ്റ് എ എടുത്തു. സപ്പോസ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് എക്സ്. അപ്പോൾ എ കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഒ എന്നത് എയുടെ ഓപ്പൺ കവർ ആവണമെങ്കിൽ ഓയിലുള്ള എല്ലാ എലമെൻസിൻ്റെ യൂണിയൻ എടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കണം? ആ ഒരു യൂണിയനിൽ എ കണ്ടെയ്ൻഡ് ആയിരിക്കണം. അതായത് ഇഫ് എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ യൂണിയൻ ഓഫ് ഓൾ ഓപ്പൺ സെറ്റ്സ് ഇൻ ഒ ആയിരിക്കണം. ഇങ്ങനെ വരികയാണെങ്കിൽ ഒ എ നമ്മൾ എന്ത് പറയും? ദ കളക്ഷൻ ഓഫ് ദീസ് ഓപ്പൺ സെറ്റ്സിനെ നമ്മൾ എന്ത് പറയും? വിച്ച് ഈസ് എ ഓപ്പൺ കവർ ഓഫ് എ എന്ന് പറയും. ഞാനിപ്പോൾ പ്ലെയിനിൽ ഈ ഒരു ഫോമിലുള്ളൊരു ഈ ഇൻറ്റീരിയറാണ് എനിക്ക് എ എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനൊരു സ്ട്രക്ചർ എടുത്തു, സർക്കിളിൻ്റെ ഇൻറ്റീരിയർ. അതെന്താണ്? ഓപ്പൺ ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഏനെ നിങ്ങൾ എന്ത് വിചാരിക്കുക? ഇപ്പം നമ്മൾക്ക് ബൗണ്ടറി ഇല്ലാത്ത രീതിയിൽ സർക്കിൾസിൻ്റെ ഇൻറ്റീരിയർ എടുക്കുക വെച്ചാൽ അത് R2ൻ്റെ അകത്ത് ഓപ്പൺ ആണ്. നിങ്ങൾ ജസ്റ്റ് ഈ പപ്പടം വെക്കുന്നത് പോലെ ഇമേജിൻ ചെയ്യുക. ഇത് എയുടെ മുകളിൽ ആ ഏനെ കവർ ചെയ്യുന്ന രീതിയിൽ പപ്പടം വെച്ച് മറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടി? എനിക്ക് ഈ പപ്പടമാണ് നമ്മൾക്ക് ഈ ഓയിലുള്ള ഓരോ എലമെൻറ്റുമായിട്ട് വരുന്നത്. ഓക്കെ, ഓയിലുള്ള ആ കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സിലുള്ള ഓരോ എലമെൻറ്റും ഓരോ പപ്പടമായിട്ട് കരുതുക. അപ്പോൾ ആ പപ്പടം മേളിൽ ഇങ്ങനെ ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തപ്പോൾ നമ്മൾക്ക് എന്താണ്? അടിയിലുള്ള ആ ഒരു എ പ്ലെയിനിലുണ്ടായിരുന്ന ആ ഒരു എ എന്ന് പറയുന്ന ആ സെറ്റിനെ മൊത്തത്തിൽ അങ്ങ് മറയ്ക്കാൻ പറ്റി. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കുക. സപ്പോസ് നിങ്ങൾക്കിപ്പോൾ ഒരു തുണി, എ പീസ് ഓഫ് തുണി കയ്യിൽ വെക്കുക. അപ്പോൾ അതിനൊരു ഒരു ഹോള് വീണു. ഈ ഒരു ഷേപ്പിൽ ഒരു ഹോള് വീണു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പപ്പടം പോലെ തന്നെ ആ ഷേപ്പിലുള്ള എന്തെടുക്കുക? തുണികളെടുക്കുക. ഏതെങ്കിലും ഒരു കളർ, ആ ഓട്ടം മറിക്കണം, ആ ഒരു ഹോള് മറിക്കണമെന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്കതിന് വൃത്തിയായിരിക്കണം, അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഇവിടെ. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാകാൻ വേറെ ഒന്നും ചിന്തിക്കരുത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു തുണി വെച്ചിട്ട് ഈ ഹോളിനെ മറയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഓരോ പീസ് ഓഫ് തുണിയും പുറത്തൊന്നും ആയാലും കുഴപ്പമില്ല, ഇങ്ങനെ മുകളിലിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്യുക. അപ്പോൾ എന്താണ്? ആ ഹോളിനെ മൊത്തത്തിൽ മറിക്കാൻ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ സിക്സ് ആക്ക് മോഷനിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോൾ അവിടെ മറിഞ്ഞ് കിട്ടി. ഇത്രയേ ഉള്ളൂ ഓപ്പൺ കവർ എന്ന് വെച്ചാൽ. അപ്പോൾ ഓപ്പൺ ഇറ്റ് മസ്റ്റ് ബി. ഇപ്പോൾ ഒ എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾക്ക് എയുടെ ഓപ്പൺ കവർ ആണെന്ന് പറയണമെങ്കിൽ ഒ മസ്റ്റ് ബി ദ കളക്ഷൻ ഓഫ് സം ഓപ്പൺ സെറ്റ്സ് ആൻഡ് ദ യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഇൻ ഒ എന്ന് പറയുന്നത് എന്തിനെ കണ്ടെയ്ൻ ചെയ്യണം? എനെ കണ്ടെയ്ൻ ചെയ്യണം. അതാണ് ഓപ്പൺ കവർ എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഓപ്പൺ കവർ എന്താണെന്ന് മനസ്സിലായി. ഇനി എന്താണ് ഈ സബ് കവർ എന്ന് മനസ്സിലാവണം അല്ലേ? അപ്പോൾ ഈ സബ് കവർ ഡിറൈവ്ഡ് ഫ്രം എൻ ഓപ്പൺ കവർ ഒ ഈസ് എ സബ് കളക്ഷൻ ഓഡേഷ് ഓഫ് ഒ ഹൂസ് യൂണിയൻ കണ്ടെയ്ൻസ് എ. അതായത് ഇപ്പോൾ നമ്മൾക്ക് ഓപ്പൺ കവർ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ഓപ്പൺ കവറിലുള്ള ആ ഓപ്പൺ കവറിൻ്റെ സബ്സെറ്റ് ഓഡേഷ് തന്നെ എന്താണ്? ആ ഓഡേഷ് ഇപ്പോൾ സബ്സെറ്റ് ഓഡേഷ് എടുത്തു. ആ ഓഡേഷിലുള്ള എലമെൻസിൻ്റെ എല്ലാം യൂണിയൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് ആ യൂണിയൻ എ കണ്ടെയ്ൻഡ് ഇൻ ദ യൂണിയൻ ഓഫ് ഓൾ എലമെൻറ്റ്സ് ഒ ഐസ് ഇൻ ഓഡേഷ് സച്ച് ദാറ്റ് യൂണിയൻ ഓഫ് ഒ ഐസ്. ഇങ്ങനെ ഓഡേഷിലുള്ള എല്ലാ എലമെൻസിൻ്റെ യൂണിയൻ എടുത്തപ്പോൾ അതിൽ തന്നെ എ കണ്ടെയ്ൻഡ് ആവുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടി? ഇവിടെ ഓഡേഷ് എന്ന് പറയുന്നത് ഒൻ്റെ ഒരു സബ്സെറ്റാണ്. ആ ഓഡേഷ് തന്നെ എന്ത് ചെയ്യുന്നു? എ എന്ന് പറയുന്ന സെറ്റിനെ കവർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓഡേഷിനെ
നമ്മൾ എന്ത് പറയും? സബ് കവർ ഡിറൈവ്ഡ് ഫ്രം എൻ ഓപ്പൺ കവർ ഒ എന്ന് പറയും. ഓക്കെ, അത് ഒയുടെ സബ്സെറ്റ് അല്ലേ? അപ്പോൾ ദ സബ് കവർ ഡിറൈവ്ഡ് ഫ്രം എൻ ഓപ്പൺ കവർ ഒ എന്ന് പറയും. അപ്പം നേരത്തെ പറഞ്ഞ ആ എക്സാമ്പിളിൽ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്കൊരു പീസ് ഓഫ് ചെറിയൊരു ഹോൾ അടയ്ക്കണം, പക്ഷേ എന്താണ്, കുറേ തുണി പീസുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുള്ള കുറേ പീസ് ഓഫ് തുണികളുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ വെക്കുക വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഹോള് മറിക്കാൻ പറ്റും. പക്ഷേ അതിൽ നിന്ന് 1-2 പീസോ മതിയാവും ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു 4-5 പീസ് ഓഫ് തുണി മാത്രം മതിയാവും നിങ്ങളുടെ ഈ ഹോള് മറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കളക്ഷനിലുള്ള മൊത്തം തുണി, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ പീസ് ഓഫ് തുണി വെച്ചാലും നിങ്ങൾക്ക് ആ ഒരു ഹോളിനെ മറിക്കാം. അതിൽ നിന്നൊരു 4-5 തുണി എടുത്ത് വെച്ചാലും നിങ്ങൾക്ക് ആ ഒരു ഹോളിനെ മറിക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ അന്ന് ബ്ലൂ കളർ തുണിയായിരുന്നു ഹോള് വീണെങ്കിൽ ബ്ലൂ കളറായിട്ടുള്ള ഒരു തുണി മാത്രം എടുത്തു. കുറേ കളർ ഓഫ് തുണി, ഡിഫറെൻറ്റ് കളർ ഓഫ് പീസ് ഓഫ് ക്ലോത്ത്സ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ അകത്ത് നീല മാത്രം എടുത്ത് കവർ ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു ഹോള് മറിക്കാൻ പറ്റും. അപ്പോൾ അതേ ഉള്ളൂ ഈ ഒരു സബ് കവർ കൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് മൊത്തത്തിൽ നമ്മൾക്ക് ഒരു ഓപ്പൺ സെറ്റ്സിൻ്റെ ഒരു കളക്ഷൻ എടുത്തിട്ട് ആ കളക്ഷനിലുള്ള എല്ലാ ഓപ്പൺ സെറ്റ്സ് കൊണ്ടും നിങ്ങൾക്ക് എ എന്ന് പറയുന്ന ഒരു സെറ്റിനെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഓപ്പൺ കവർ എന്ന് പറയും. ആ ഓപ്പൺ കവറിൻ്റെ തന്നെ അതിലുള്ള എല്ലാ ഓപ്പൺ സെറ്റ്സും എടുക്കാതെ സം ഓപ്പൺ സെറ്റ്സുകൾ മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു എനെ മറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് എന്ത് പറയാം? ഓപ്പൺ. അവിടെ നിങ്ങൾക്ക് ഓപ്പൺ എന്ന് പറയണ്ട, അവിടെ ജസ്റ്റ് സബ് കവർ എന്ന് പറഞ്ഞാൽ മതി. സബ് കവർ ഡിറൈവ്ഡ് ഫ്രം ദ ഓപ്പൺ കവർ ഒ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ ഇതാണ് ഓപ്പൺ കവർ എന്നാലും സബ് കവർ എന്നാലും എന്താണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ്, നേരത്തെ എക്സാമ്പിളൊന്നും ഇവിടെ എഴുതാൻ പറ്റിയതല്ല, അത് ജസ്റ്റ് കൺസെപ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞത് മാത്രം, എൻ്റെ കയ്യിൽ നിന്നിട്ടത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. എന്ത് പറയുകയാണെങ്കിലും നമുക്കതിന് ജസ്റ്റ് എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ എക്സാമ്പിൾ 6.11 കൺസിഡർ എ is equal to ക്ലോസ്ഡ് 0.5, ക്ലോസ്ഡ് ഇൻ്റർവൽ 0.5 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കവറും അതിൻ്റെ ഒരു സബ് കവറും പറയാം ഞാൻ. അപ്പോൾ നമ്മൾക്ക് എന്താണ്, ഞാൻ ഇങ്ങനെയൊരു, ഞാനിപ്പോൾ ഏതാണ് എടുത്തിരിക്കുന്നത്, റിയൽ ലൈനിൽ 0 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, പിന്നെന്താണ് 5 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് അങ്ങ് പോകും. ആൻഡ് ഇവിടെ -1 വരുന്നുണ്ട്, -2 വരുന്നുണ്ട്. ഇതങ്ങനെയും കണ്ടിന്യൂ ചെയ്തിട്ട് പോകും. അപ്പോൾ എനിക്ക് എ എന്ന് പറയുന്ന എന്താണ് സെറ്റ്, ക്ലോസ്ഡ് 0.5 ആണ്. 0യും ഉണ്ട്, 5ഉം ഉണ്ട്, ഇൻ ബിറ്റ്വീൻ ദം എല്ലാ പോയിൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് എ എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ, ഞാൻ 6ൻ്റെ സബ്സെറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തെടുക്കുന്നു എന്ന് വെച്ചാൽ n-1 n+1 ഈ ഇൻ്റർവെല്ലിൽ കൺസിഡർ ചെയ്യുക. ഫോർ ഈച്ച് ഇൻറ്റിജർ n-1 n+1 എടുക്കുക. അപ്പോൾ ഏതൊക്കെ വരും നോക്കിക്കേ. ഇപ്പം ഞാൻ n=0 എടുക്കുകയാണെങ്കിൽ എന്ത് വരും, -1ഉം 1ഉം വന്നു. n=2 എടുക്കുകയാണെങ്കിൽ എന്താണ്, n=0 എടുത്തു. n=1 എടുക്കുകയാണെങ്കിൽ എന്താണ് വരുന്നത്, 0യും 1ഉം 2ഉം വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റർവെൽസ് വരും. അതായത് -1 1, ഇപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ -1 1 ഒരു ഇൻ്റർവെല്, നെക്സ്റ്റ് 0 2 നെക്സ്റ്റ് ഇൻ്റർവെല്, അതങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്തിട്ട് പോകും. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ എന്താണ്, ഓപ്പൺ ഇൻ്റർവെൽസ് ആയതുകൊണ്ട് വിച്ച് ഈസ് എ കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ആണെന്ന് കിട്ടി. ഇനി നോക്കുക, എനിക്ക് 0.5 അല്ലായിരുന്നോ? അപ്പോൾ ഞാൻ ഇങ്ങനെ ഇൻ്റർവെൽസ് എടുത്ത് കവർ ചെയ്ത് പോയാൽ എനിക്ക് ക്ലോസ്ഡ് 0.5നെ മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ക്ലോസ്ഡ് 0.5 ഞാനിത് ഇങ്ങനെയുള്ള ഓപ്പൺ ഇൻ്റർവെൽസ് അല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മൊത്തത്തിൽ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള യൂണിയൻ എടുത്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത്, 6 തന്നെയാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ 6ൻ്റെ ഒരു സബ്സെറ്റായ എനെയും ആ പറഞ്ഞിരിക്കുന്ന സെറ്റ് കവർ ചെയ്യത്തില്ലേ, യൂണിയൻ കവർ ചെയ്യത്തില്ലേ? അപ്പോൾ എന്താണ്, ക്ലോസ്ഡ് 0.5ൻ്റെ ഒരു കവർ, ഓപ്പൺ കവറാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ
ഇത്തരത്തിലുള്ള എല്ലാ ഇൻ്റർവെൽസിൻ്റെ യൂണിയൻ എടുത്തപ്പോൾ നമ്മൾക്ക് ആ ഒരു യൂണിയൻ്റെ അകത്ത് ക്ലോസർ 0.5 കണ്ടെയ്ൻഡ് ആണെന്ന് കിട്ടി. സോ ഇതൊരു ഓപ്പൺ കവറാണ് ക്ലോസർ 0.5ൻ്റെ. പക്ഷേ നമ്മൾക്ക് ഇതിലുള്ള എല്ലാ എലമെൻസും എടുക്കാതെ ഞാൻ സം എലമെൻറ്റ്സ് മാത്രം എടുക്കുന്നു. ഏതെല്ലാമാണെന്ന് വെച്ചാൽ -1 നോക്കിക്കേ, -1ഉം 1ഉം എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ 0യും 2ഉം എടുത്തു. അത് കഴിഞ്ഞിട്ട് 1ഉം 3ഉം എടുത്തു. ദെൻ 2ഉം 4ഉം എടുത്തു. ദെൻ 3യും 5ഉം എടുത്തു. ദെൻ 5ഉം 6ഉം എടുത്തു. അപ്പോൾ ഞാൻ ഈ ഇപ്പം പറഞ്ഞിരിക്കുന്ന ഈ ഇൻ്റർവെൽസിൻ്റെ എല്ലാം യൂണിയൻ എടുത്തപ്പോൾ എനിക്ക് എവിടെ തൊട്ട് എവിടെ വരെ കിട്ടി? -1 മുതൽ 6 വരെയുള്ള ഓപ്പൺ ഇൻ്റർവെല് കിട്ടി. ആൻഡ് ക്ലോസ്ഡ് 0.5 എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പൺ ഇൻ്റർവെല് കണ്ടെയ്ൻഡ് അല്ലേ? അപ്പോൾ എ എന്താണെന്ന് കിട്ടി? ഇതാ ഈ എടുത്തിരിക്കുന്ന ഈ ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ യൂണിയനിൽ കണ്ടെയ്ൻഡ് ആണെന്ന് കിട്ടി. അപ്പം ഞാൻ ഈ എലമെൻറ്റ്സ് മാത്രമുള്ളൊരു സെറ്റ് കൺസിഡർ ചെയ്താൽ ആ സെറ്റ് എന്താണ്? നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒ എന്ന് പറയുന്ന ഓപ്പൺ കവറിൻ്റെ ഒരു സബ്സെറ്റാണ്. ആൻഡ് ഈ എലമെൻറ്റ്സ് മാത്രം എടുത്തപ്പോൾ അതും നമ്മൾക്ക് എന്താണ്? എനെ കവർ ചെയ്യുന്നുണ്ട്. സോ ഈ കളക്ഷൻ എന്താണ്? വിച്ച് ഇസ് എ സബ് കവർ ഡിറൈവ്ഡ് ഫ്രം ദ ഓപ്പൺ കവർ ഒ ആണ്. ആൻഡ് ഇത് മാത്രമല്ല ഉള്ളത്, വേറെയും സബ് കവേഴ്സ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഏതാണ്? ഞാൻ -1ൻ്റെ കൂടെ ഇതേ സെറ്റ്സിൻ്റെ കൂടെ ഞാനിപ്പോൾ -2 0 ഇട്ടെന്ന് കരുതുക. അത് വേറൊരു സബ് കവറല്ലേ? അതും ക്ലോസ് 0.5നെ കവർ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മൾക്ക് എത്ര സബ് കവർ വേണമെങ്കിലും ഇവിടെ ഉണ്ടെന്ന് പറയാം. പക്ഷെ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന സബ് കവറിന് ഒരു പ്രോപ്പർട്ടി കൂടിയുണ്ട്. അതെന്താണ്? ഫൈനൈറ്റ്. ആ സബ് കവർ ഫൈനൈറ്റ് കൂടിയാണ്. ഓക്കെ, ഈ ഒരു പോയിൻ്റ് അവിടെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ക്ലോസ്ഡ് 0.5 എന്ന് പറയുന്നത്, ക്ലോസ്ഡ് 0.5ന് ഒരു കവർ നമ്മളിപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞു, ഓപ്പൺ കവർ. അതിൻ്റെ ഒരു സബ് കവറും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ആ ഒരു സബ് കവർ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ആ ഒരു സബ് കവർ ഫൈനൈറ്റും ആണ്. ഓക്കെ, ഇനി നൗ എന്താണ് കോമ്പാക്ട്നെസ് എന്ന് നോക്കാം. അതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്. അപ്പോൾ എ സ്പേസ് X is compact if every open cover of X has a finite subcover. ഇപ്പോൾ നമ്മൾക്ക് ഒരു സ്പേസ് എക്സിനെ കോമ്പാക്റ്റ് ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഏത് കവറോ എടുത്താലും അതിന് ജസ്റ്റ് സബ് കവർ ഉണ്ടാവണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാ ഓപ്പൺ കവേഴ്സിനും ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ആ ഒരു സ്പേസിനെ കോമ്പാക്റ്റ് എന്ന് പറയും. അപ്പോൾ ഞാനൊരു കോമ്പാക്റ്റ് സ്പേസ് എന്താണെന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിന് ഇക്വലൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ എവറി കവർ ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ ദെൻ ദ സ്പേസ് ഈസ് കോമ്പാക്റ്റ് എന്ന് പറഞ്ഞു. അതായത് നമ്മൾക്ക് എന്താണ്? ഇഫ് ഫോർ എവറി കളക്ഷൻ O ഓഫ് ഓപ്പൺ സെറ്റ്സ് ഹൂസ് യൂണിയൻ ഈക്വൽ ടു എക്സ്. അപ്പോൾ അതെന്താണ്? ഓപ്പൺ കവർ. അതായത് ഞാൻ ഓപ്പൺ കവറിൻ്റെ ഡെഫിനിഷൻ കൂടി എഴുതി. അപ്പോൾ എല്ലാ ഓപ്പൺ കവറിനും ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരിക്കണമെന്നാണ് ഡെഫിനിഷൻ. അപ്പോൾ ഇങ്ങനെയൊരു കളക്ഷൻ O എടുത്തു കഴിഞ്ഞാൽ then there is a finite subcollection OI, I is equal to 1 to n of A whose union equals X. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം തന്നെ ഒന്ന് ആ ഒരു ഓപ്പൺ കവറിൻ്റെയും ഫൈനൈറ്റ് സബ് കവറിൻ്റെയും ഡെഫിനിഷൻ കൂടി ചേർത്തെഴുതി എന്ന് മാത്രം. അപ്പോൾ ഞാനാണ് കോമ്പാക്റ്റ് സ്പേസ് എന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഒരു സബ് സ്പേസ് എപ്പോഴാണ് കോമ്പാക്റ്റ് ആവുന്നതെന്ന്. A subspace A of a space X is compact provided that, അതായത് if A is compact topological space in its subspace topology. ഒരു സബ്സ്പേസ് എക്സിൻ്റെ ഒരു സ്പേസ് എക്സിൻ്റെ ഒരു സബ്സ്പേസ് കോമ്പാക്റ്റ് ആവണമെങ്കിൽ ആ ഒരു സബ്സ്പേസിൽ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് സബ്സ്പേസിൽ എ എന്ന് പറയുന്ന സെറ്റ് എന്തായിരിക്കണം? കോമ്പാക്റ്റ് ടോപ്പോളജിക്കൽ സ്പേസ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ എന്താണ്? കോമ്പാക്റ്റ് ആണ്. അല്ലെങ്കിൽ ഓർ
നമുക്കിങ്ങനെയും ഡിഫൈൻ ചെയ്യാം. എ സബ്സ്പേസ് എ ഓഫ് എ സ്പേസ് എക്സ് ഈസ് കോമ്പാക്ട് if and only if every open cover of A by open sets in X has a finite subcover. എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സിലുള്ള ഏതെങ്കിലും ഓപ്പൺ സെറ്റ്സിൻ്റെ കളക്ഷൻ എക്ക് ഓപ്പൺ കവറായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനൊരു ഫൈനൈറ്റ് സബ് കവർ കൂടെ ഉണ്ടായിരിക്കണം. സോ നമ്മൾക്കൊരു സബ്സ്പേസ് കോമ്പാക്റ്റ് ആവാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞാലും മതി, ഒന്നുകിൽ ആ വിത്ത് റെസ്പെക്ട് ടു ആ ഒരു സബ്സ്പേസിൽ എ എന്ന് പറയുന്നത് എന്താണ് കോമ്പാക്റ്റ് ടോപ്പോളജിക്കൽ സ്പേസ് ആവണം, അല്ലെങ്കിൽ എനെ കവർ ചെയ്യുന്ന ഏത് ഓപ്പൺ കവർ വിച്ച് കണ്ടെയ്ൻസ് ഓപ്പൺ സെറ്റ്സ് ഇൻ എക്സ് എടുത്താലും അതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾക്കിനി എക്സാമ്പിൾസ് നോക്കാം, കോമ്പാക്റ്റ് സ്പേസിനുള്ള എക്സാമ്പിൾസ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എക്സാമ്പിൾ 612 മൊത്തം വരുന്നത് കോമ്പാക്റ്റ് സ്പേസസിനുള്ള എക്സാമ്പിളാണ്. ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു x1 x2 എക്സെട്ര xn. ഞാൻ ആർബിട്രറി ആയിട്ടൊരു ഫൈനൈറ്റ് സെറ്റ് എടുത്തു. കൺസിഡർ എ ടോപ്പോളജി ടോ ഓൺ എക്സ്. അപ്പോൾ ഈ ഒരു ഫൈനൈറ്റ് സെറ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏത് ടോപ്പോളജി എടുത്താലും വിത്ത് റെസ്പെക്ട് ടു ഡിസ്ക്രീറ്റ് ടോപ്പോളജി എന്നോ ഇന്ന ടോപ്പോളജി എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഏത് ടോപ്പോളജി ആയാലും for any topological space which contains a finite number of elements are compact. ഇപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ഏത് ടോപ്പോളജിക്കൽ സ്പേസ് എടുത്താലും കോമ്പാക്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രൂഫിന് വേണ്ടിയിട്ട് ലെറ്റ് O be a open cover for X, O be an open cover for X. ഇപ്പോൾ ഞാൻ എന്താണ് എല്ലാ ഓപ്പൺ കവറിനും ഫൈനൈറ്റ് സബ് കവർ ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു ഓപ്പൺ കവർ എടുത്തു. ഓക്കെ, അപ്പോൾ ബൈ ഡെഫിനിഷൻ എക്സ് ഇസ് ഈക്വൽ ടു യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് O ഡാഷ് ഇൻ O ഡാഷ് എന്ന് എഴുതാം. നൗ ഓക്കെ, അപ്പോൾ ഇങ്ങനെ യൂണിയൻ ആയിട്ട് എഴുതാം. നൗ ലെറ്റ് എക്സ് ഐ ബിലോങ്സ് ടു എക്സ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ഈ ഒരു യൂണിയൻ ആയതുകൊണ്ട് ഇതിൽ നിന്ന് ഞാൻ ഏത് എലമെൻറ്റ് എക്സ് ഐ എടുത്താലും അതെല്ലാം ഈ ഒരു യൂണിയനിലുണ്ടായിരിക്കും. അപ്പോൾ യൂണിയനിൽ എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി ആണെങ്കിൽ എക്സ് ഒന്നുകിൽ എയിലുണ്ടാവും അല്ലെങ്കിൽ ബിയിലുണ്ടാവും. അതുപോലെ എക്സ് ഐ ബിലോങ്സ് ടു ദിസ് യൂണിയൻ ആയതുകൊണ്ട് ഈ യൂണിയനിലുള്ള ഏതെങ്കിലും ഒരു O ഡാഷിൽ എക്സ് ഐ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഓപ്പൺ സെറ്റിനെ അപ്പോൾ ആ എക്സ് ഐനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റിന് O എക്സ് ഐ എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ എക്സ് ഐ ബിലോങ്സ് ടു യൂണിയൻ ഓഫ് O ഡാഷ് ഇംപ്ലൈസ് ദാറ്റ് ദർ എക്സിസ്റ്റ് എൻ O എക്സ് ഐ ഇൻ O സച്ച് ദാറ്റ് എക്സ് ഐ ബിലോങ്സ് ടു ദ ഓപ്പൺ സെറ്റ് O എക്സ് ഐ. അപ്പോൾ ഞാൻ ഈ O എക്സ് ഐസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന കളക്ഷൻ എടുത്തു O1. ഇപ്പോൾ O1 ഇസ് ഈക്വൽ ടു എന്താണ് OX1 OX2 എക്സെട്ര OXn. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ x1നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ്, x2നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് എക്സെട്ര xnനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ്. ഇതൊക്കെ എവിടെ നിന്ന് എടുത്തിരിക്കുന്ന Oയിൽ നിന്ന്. അപ്പോൾ O1 എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഇസ് എ സബ് കളക്ഷൻ ഓഫ് O ആണ്. ഇനി എനിക്ക് എന്താണ് ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്നതിൽ നിന്ന് തന്നെ x1 x2 എക്സെട്ര xn ഫൈനൈറ്റ് ആയതുകൊണ്ട് O1ഉം ഫൈനൈറ്റ് ആണ്. അതായത് ഇവിടെ മൊത്തത്തിൽ എത്രയാണ്, എക്സിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും ഓപ്പൺ സെറ്റ്സ് ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ O1 ഫൈനൈറ്റ് ആണ്. ഇനി എക്സ് ഐ ബിലോങ്സ് ടു O എക്സ് ഐ ഫോർ ഓൾ I ഇസ് ഈക്വൽ ടു 1 to എക്സെട്ര n എന്നാണ് ഉള്ളത്. അപ്പോൾ ഈ എക്സ് ഐസ് എല്ലാം എവിടെ ഉണ്ടായിരിക്കും, ഈ O എക്സ് ഐസിൻ്റെ യൂണിയനിലുണ്ടായിരിക്കും. സോ എക്സ് ഐ ബിലോങ്സ് ടു യൂണിയൻ I ഇസ് ഈക്വൽ ടു 1 to n O എക്സ് ഐ ഫോർ ഓൾ I ഇസ് ഈക്വൽ ടു 1 to എക്സെട്ര n എന്ന് കിട്ടി. അപ്പോൾ എക്സിലുള്ള എല്ലാ എലമെൻറ്റ്സ് ഇതിലുള്ളത് കൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം, എക്സ് ഇസ് ഈക്വൽ ടു ദ യൂണിയൻ ഓഫ് I ഇസ് ഈക്വൽ ടു 1 to n O എക്സ് ഐ എന്ന് കിട്ടി. അപ്പോൾ എന്ത് പറയാം, O1 അതായത് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ഒരു സബ് കളക്ഷൻ സബ് കവർ ആണെന്നും കിട്ടി. ആൻഡ് O1ൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ളത്. സോ O1 ഈസ് എ ഫൈനൈറ്റ് സബ് കവർ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾക്ക് എന്താണ്, ഈ ഒരു ഫൈനൈറ്റ് സെറ്റ് എക്സ് എടുത്തു കഴിഞ്ഞാൽ എനി സ്പേസ് ഓൺ എക്സ് കോമ്പാക്റ്റ് ആണെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ്
നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ആറിലുള്ള ഏതൊരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ എടുത്താലും അതെല്ലാം തന്നെ കോമ്പാക്റ്റ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് O ഈസ് എ ഓപ്പൺ കവർ ഫോർ ക്ലോസ്ഡ് ഇൻ്റർവെൽ AB which consists of open sets in R. അപ്പം നമ്മൾക്കിത് കോമ്പാക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഏതൊരു ഓപ്പൺ കവർ എടുത്താലും അതിനെല്ലാം ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം ഞാൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയുടെ ഒരു ഓപ്പൺ കവർ O ചൂസ് ചെയ്തു. ആൻഡ് ഈ O എന്ന് പറയുന്നത് എന്താണ്? വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓപ്പൺ സെറ്റ്സ് ഇൻ R ആണ്. അപ്പോൾ ഇത് ഓപ്പൺ കവർ ഫോർ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആയതുകൊണ്ട് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ യൂണിയൻ ഓഫ് ഓൾ ഓപ്പൺ സെറ്റ്സ് ഇൻ O എന്ന് കിട്ടി ആണല്ലോ. സോ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ O ബിലോങ്സ് ടു O എന്ന് കിട്ടി. ആൻഡ് വേണമെങ്കിൽ ഇവിടെ O ഡാഷ്, ഞാനിവിടെ സ്മോൾ O ഉദ്ദേശിക്കുന്നത് ആ ഓയിലുള്ള ഒരു ഓപ്പൺ സെറ്റ് എന്നാണ്. സോ ഇനി ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ നിന്ന് ഞാൻ ഏത് എക്സ് എടുത്താലും ആ എക്സ് എല്ലാം ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലുള്ളതായതുകൊണ്ടും ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഈ ഒരു യൂണിയനിൽ കണ്ടെയ്ൻഡ് ആയതുകൊണ്ടും എക്സ് എല്ലാം ഈ ഒരു യൂണിയനിൽ കണ്ടെയ്ൻഡ് ആണ്. അപ്പോൾ ആ യൂണിയനിൽ കണ്ടെയ്ൻഡ് ആയതുകൊണ്ട് ഈ ഓയിലുള്ള ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഓപ്പൺ സെറ്റ് ഓയിലുള്ള ഒരു എലമെൻ്റ് ആയിരിക്കും എക്സ്. അപ്പോൾ ആ ഓപ്പൺ സെറ്റിന് OX എന്നെടുക്കാം. സോ ഫോർ ഈച്ച് എക്സ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി there is a open set OX in O such that X belongs to OX എന്ന് പറയാം നമ്മൾക്ക്. Now ഈ OX എടുക്കുക. OX എന്താണ്? which is open set in R which containing the point X. അപ്പോൾ നമുക്ക് യൂഷ്വൽ ടോപ്പോളജി ആറിലുള്ള ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും ആ ഓപ്പൺ സെറ്റിലെല്ലാം തന്നെ നമ്മൾക്ക് എന്താണ്? there exists an open interval IX such that X belongs to IX which contained in OX. നമ്മൾക്ക് എന്ത് ഡെഫിനിഷൻ എടുക്കാം? ഓപ്പൺ സെറ്റ് O എടുത്താൽ ആ ഓപ്പൺ സെറ്റിൽ ഏത് പോയിൻ്റ് എക്സ് എടുത്താലും ആ പോയിൻറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ബോള് എന്താണ്? ഓയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. അല്ലെങ്കിൽ ആ ഒരു എക്സിൻ്റെ ഒരു എക്സ് സെൻറ്ററായിട്ട് വരുന്നൊരു ഓപ്പൺ ബോൾ ഓയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. അപ്പോൾ അത് പ്രകാരം നമുക്ക് യൂഷ്വൽ ടോപ്പോളജി ആറിലോട്ട് വരുമ്പോൾ അവിടെ ഓപ്പൺ ബോൾസ് എന്താണ്? ഓപ്പൺ ഇൻ്റർവെൽസ് ആണ്. അപ്പോൾ അത് പ്രകാരം നമ്മൾക്ക് എന്ത് പറയാം? ദർ എക്സിസ്റ്റ് ആൻ ഓപ്പൺ ഇൻ്റർവെൽ IX സച്ച് ദാറ്റ് X belongs to IX and IX is contained in OX എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ IXകളുടെയും യൂണിയൻ എടുക്കുക. എന്താണ്? X belongs to closed interval B IX. അപ്പോൾ ഓരോ IXലും X കണ്ടെയ്ൻഡ് ആയതുകൊണ്ട് ഈ ഒരു യൂണിയനിൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലുള്ള എല്ലാ പോയിൻറ്റ്സും കണ്ടെയ്ൻഡ് ആയിരിക്കും. സോ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ യൂണിയൻ ഓഫ് X ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി IX. സോ ദ സെറ്റ് ഓഫ് ഇൻ്റർവെൽസ് IX where X belongs to closed interval AB is an open cover of closed interval AB എന്ന് കിട്ടി. ഇനി നമ്മൾക്ക് ഹെയ്ൻ-ബോറൽ തിയറം പ്രകാരം എന്ത് പറയാം? ഹെയ്ൻ-ബോറൽ തിയറം എന്താണ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്? Let closed interval AB be a closed and bounded interval and O a collection of open intervals whose union contains closed interval AB. Then there is a finite subset O1, O2, etc. On of O whose union contains closed interval AB. എന്താണ് പറയുന്നത്? ഏതൊരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ എ ബി എടുത്താലും ഇതിനെ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് എന്താണ്? ഏതെങ്കിലും ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ യൂണിയനിൽ കണ്ടെയ്ൻഡ് ആണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സപ്പോസ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ യൂണിയൻ ഓഫ് സം ഓപ്പൺ ഇൻ്റർവെൽസ് I alpha for alpha belongs to some K ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ യൂണിയനിൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി കണ്ടെയ്ൻഡ് ആണെങ്കിൽ അതിനെല്ലാം തന്നെ അതായത് ഈ ഒരു കളക്ഷന് ദ സെറ്റ് ഓഫ് ഓൾ I alpha such that alpha belongs to K എടുക്കുക. ഈ ഇൻ്റർവെൽസിൻ്റെ ഈ ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ യൂണിയനിലാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി കണ്ടെയ്ൻഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഹെയ്ൻ-ബോറൽ തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണ്? അപ്പോൾ then there is a finite subset O1, O2, etc. On of O whose union contains closed interval AB. അപ്പോൾ എന്താണ്?
ഇതിൽ തന്നെ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ ഇൻ്റർവെൽസ് I1 I2 etc. In exist ചെയ്യും such that closed interval AB is contained in the union I1 union I2 union etc. union IN എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ഇത് പ്രകാരം നമ്മൾക്ക് എന്താണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്നത് ഇവിടെ ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ യൂണിയനിൽ കണ്ടെയ്ൻഡ് ആണ്. അപ്പോൾ ഈ ഒരു ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ കളക്ഷൻ ഞാൻ കൺസിഡർ ചെയ്താൽ നമ്മൾക്ക് ഹെയ്ൻബോറൽ തിയറം പ്രകാരം എന്ത് പറയാം, ദ ഓപ്പൺ കവർ IX where X belongs to closed interval AB has a finite subset IX1, IX2 etc. IXN such that whose union contains closed interval AB എന്ന് പറയാം. അതായത് closed interval AB is contained in IX1 union IX2 union etc. IXN എന്ന് പറയാം. ദെൻ നമ്മൾക്ക് എന്താണ് ഈ IX1 എന്താണ്, നമ്മൾ IXIs എങ്ങനെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, IX1 contained in OX1 ആണ്, IX2 contained in OX2 ആണ് etc. IXN contained in OXN ആണ്. നമ്മൾ എടുത്തിരുന്നത് IX എങ്ങനെയായിരുന്നു, X belongs to IX and IX contained in OX, അങ്ങനെയായിരുന്നു ഈ ഒരു ഓപ്പൺ ഇൻ്റർവെൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പ്രകാരം നമ്മൾക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇത്തരത്തിൽ ഓരോ IXയും OXIൽ കണ്ടെയ്ൻഡ് ആയതുകൊണ്ട് ഈ ഒരു യൂണിയനും എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന OXIസിൻ്റെ യൂണിയനിൽ കണ്ടെയ്ൻഡ് ആണെന്ന് പറയാം. അപ്പോൾ എന്ത് കിട്ടി, ക്ലോസ്ഡ് ഇൻ്റർവെൽ AB ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ യൂണിയൻ I is equal to 1 to n OXI എന്ന് കിട്ടി. അപ്പോൾ എന്താണ്, ഞാൻ OX1 OX2 etc. OXNൻ്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതെന്തായിത്തീരും, വിച്ച് ഈസ് എ ഫൈനൈറ്റ് സബ് കവർ ആയിത്തീരും അല്ലേ. അപ്പോൾ എന്ത് പറയാം, ദ ഓപ്പൺ കവർ O ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ OX1 OX2 etc. OXN. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഏത് കവർ എടുത്താലും ഓപ്പൺ കവർ എടുത്താലും അതിനെല്ലാം ഫൈനൈറ്റ് സബ് കവർ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ക്ലോസ്ഡ് ഇൻ്റർവെൽ AB എന്തായി, കോമ്പാക്റ്റ് ആയി. സോ ഇൻ യൂഷ്വൽ ടോപ്പോളജി ആറിലുള്ള ഏത് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ AB എടുത്താലും അതെല്ലാം തന്നെ എന്താണ്, കോമ്പാക്റ്റ് ആണ്. സോ ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ, കൺസിഡർ ദ റിയൽ ലൈൻ R വിത്ത് ഫൈനൈറ്റ് കോംപ്ലിമെൻറ്റ് ടോപ്പോളജി, അതായത് കോഫൈനൈറ്റ് ടോപ്പോളജി. അപ്പോൾ കോഫൈനൈറ്റ് ടോപ്പോളജിയിൽ R എപ്പോഴും കോമ്പാക്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. കാരണം ഞാനിപ്പോൾ ഒരു ഓപ്പൺ കവർ O എടുത്തു. സപ്പോസ് O ഈസ് എൻ ഓപ്പൺ കവർ ഓഫ് R. അപ്പോൾ O ഓപ്പൺ കവർ ആയതുകൊണ്ട് R ഈസ് ഈക്വൽ ടു ദ യൂണിയൻ ഓഫ് the open sets O in the open cover O എന്ന് എഴുതാം. അതായത് ഈ ഓപ്പൺ കവറിലുള്ള എല്ലാ ഓപ്പൺ സെറ്റ്സുകളുടെയും യൂണിയനായിട്ട് നമ്മൾക്ക് ആറിനെ എഴുതാം. ഇനി ഞാൻ ഈ ഒരു ഓപ്പൺ കവറിൽ നിന്ന് ഒരു എലമെൻറ്റ് O1 കൺസിഡർ ചെയ്തു. സപ്പോസ് O1 ഈസ് എൻ എലമെൻറ്റ് ഇൻ ദ ഓപ്പൺ കവർ O. അപ്പോൾ O1 എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സെറ്റാണ്, വിച്ച് ഈസ് എ ഓപ്പൺ സെറ്റ് ഇൻ ദ കോഫൈനൈറ്റ് ടോപ്പോളജിയാണ്. കോഫൈനൈറ്റ് ടോപ്പോളജിയിൽ ഒരു സെറ്റ് ഓപ്പൺ ആവണമെങ്കിൽ എന്തായിരിക്കണം, അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഫൈനൈറ്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ O1 കോംപ്ലിമെൻറ്റ്, അതായത് ഇവിടെ എന്ത് വരും, R മൈനസ് O1 എന്ന് പറയുന്നത് എന്തായിരിക്കണം, സം ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കണം. അപ്പോൾ ഞാൻ അതിനെ X1 X2 etc. XN എന്ന് എഴുതി. ഓക്കെ, R മൈനസ് O1 എന്ന് പറയുന്നത് X1 X2 etc. XN, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. O1 contains all but some finite number of points X1 X2 etc. XN of R. അതെന്താണ് മീൻ ചെയ്യുന്നത്, O1 ആറിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും കണ്ടെയ്ൻ ചെയ്യും, എന്നാൽ സം ഫൈനൈറ്റ് നമ്പേഴ്സ് X1 X2 etc. XNനെ കണ്ടെയ്ൻ ചെയ്യത്തില്ല. അപ്പോൾ R മൈനസ് O1 എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു
സെറ്റ് വരും നമ്മൾക്ക്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ R എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഇസ് ദ യൂണിയൻ ഓഫ് ദീസ് ഓപ്പൺ സെറ്റ്സ് ആണ്, ഓയിലുള്ള ഓപ്പൺ സെറ്റ്സിൻ്റെ യൂണിയൻ ആണ്. അപ്പം ഞാൻ XI എടുത്തു കഴിഞ്ഞാൽ ഈ XI എല്ലാം റിയൽ നമ്പേഴ്സ് അല്ലേ, ആൻഡ് R ഈസ് ദ യൂണിയൻ ഓഫ് ദിസ് ഓപ്പൺ സെറ്റ്സ്. അപ്പോൾ XI എന്ന് പറയുന്നത് ഈ ഒരു യൂണിയനിലുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് എന്ത് പറയാം, XI ബിലോങ്സ് ടു സം ഓപ്പൺ സെറ്റ് OXI ഇൻ എന്ത് പറയാം, O എന്ന് പറയാം. ഓയിലുള്ള സം ഓപ്പൺ സെറ്റ്സിലെ ഒരു മെമ്പർ ആയിരിക്കും XI എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ X1 കറസ്പോണ്ടിങ് OX1 എടുത്തു, X2 കറസ്പോണ്ടിങ് OX2 എടുത്തു, എക്സെട്ര. XN കറസ്പോണ്ടിങ് OXN എടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരത്തെ O1 എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, O1 യൂണിയൻ OX1 യൂണിയൻ OX2 യൂണിയൻ OXN എടുത്തു. ഇതെന്താണ് വരിക, O1 വന്നു. ആൻഡ് ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിലൊക്കെ X1 X2 എക്സെട്ര XN വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താണ്, ദിസ് ഇസ് ദ യൂണിയൻ X1 X2 എക്സെട്ര XN എന്നും കിട്ടി. അപ്പോൾ എന്താണ്, O1നെയും ഈ ഒരു മൊത്തത്തിൽ യൂണിയൻ എന്ന് പറയുന്നത് എന്താണ്, O1 യൂണിയൻ X1 X2 എക്സെട്ര XN ആണ്. സോ ഇതെന്താണ്, O1 R മൈനസ് O1 ആണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ എന്താണ്, R ആണ്. സോ R ഇസ് ഈക്വൽ ടു യൂണിയൻ ഓഫ് ദീസ് ഓപ്പൺ സെറ്റ്സ് എന്ന് കിട്ടി. ഇനി ഈ ഓപ്പൺ സെറ്റ്സിൻ്റെ കളക്ഷൻ എടുക്കാം, O1 OX1 എക്സെട്ര OXN. ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, n+1 നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതെന്താണ്, വിച്ച് ഇസ് എ സബ്സെറ്റ് ഓഫ് ഓയും ആണ്. ആൻഡ് ഇത് ആറിനെ കവർ ചെയ്യുന്നുമുണ്ട്. സോ ദിസ് ഈസ് എ ഫൈനൈറ്റ് സബ് കവർ ഫോർ R ആൻഡ് വിച്ച് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഓപ്പൺ കവർ O. അപ്പോൾ ഇവിടെ ഞാൻ ഏത് കോഫൈനൈറ്റ് ടോപ്പോളജിയിൽ ഏതൊരു ഓപ്പൺ കവർ എടുത്താലും അതിനെല്ലാം തന്നെ ഫൈനൈറ്റ് സബ് കവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ R വിത്ത് കോഫൈനൈറ്റ് ടോപ്പോളജി ഈസ് കോമ്പാക്റ്റ്. ഇനി നമ്മൾക്ക് കോമ്പാക്റ്റ് അല്ലാത്ത സ്പേസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ കോമ്പാക്റ്റ് അല്ലാത്ത സ്പേസ് എന്ന് വെച്ചാൽ ഒരു സ്പേസ് കോമ്പാക്റ്റ് ആവണമെങ്കിൽ ആ സ്പേസിലുള്ള ഏത് ഓപ്പൺ കവർ എടുത്താലും അതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരിക്കണം. അപ്പോൾ അതല്ല എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ദർ എക്സിസ്റ്റ് എൻ ഓപ്പൺ കവർ O ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഹാസ് എനി ഫൈനൈറ്റ് സബ് കവർ. അതായത് ഒരു ഓപ്പൺ കവർ എടുത്ത് ഒരു സ്പേസ് കോമ്പാക്റ്റ് അല്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിനൊരു ഓപ്പൺ കവർ ഉണ്ടായിരിക്കും. ആ ഓപ്പൺ കവറിന് ഈ സെറ്റിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഫൈനൈറ്റ് സബ് കവർ പോലും ഉണ്ടായിരിക്കത്തില്ല എന്നതാണ് ഒരു സ്പേസ് കോമ്പാക്റ്റ് അല്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾ നോക്കാം എന്തൊക്കെയാണ് വരുന്നതെന്ന്. An infinite set X with the discrete topology is not compact. ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് എടുക്കുക ആൻഡ് ആ ഒരു സെറ്റിനെ നമ്മൾ ടുഗദർ വിത്ത് ദ ഡിസ്ക്രീറ്റ് ടോപ്പോളജി കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നാച്ചുറൽ നമ്പർ സിസ്റ്റം എടുക്കുക, നാച്ചുറൽ നമ്പർ സിസ്റ്റം വിത്ത് ദ ഡിസ്ക്രീറ്റ് ടോപ്പോളജി കൺസിഡർ ചെയ്യുക. ഡിസ്ക്രീറ്റ് ടോപ്പോളജി എന്ന് പറയുന്നത് എന്താണ്, എന്നിൻ്റെ എല്ലാ സബ്സെറ്റുകളും അവിടെ ഓപ്പൺ ആയിരിക്കും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നിൽ സിംഗിൾട്ടൺ സെറ്റ് 1, സിംഗിൾട്ടൺ സെറ്റ് 2, സിംഗിൾട്ടൺ സെറ്റ് 3 ഇത്തരത്തിൽ സിംഗിൾട്ടൺ എലമെൻറ്റ്സ് മാത്രം വരുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സ് ഏതെല്ലാം ഉണ്ടോ അതിനെല്ലാം കറസ്പോണ്ടിങ് ഓരോ സിംഗിൾട്ടൺ സെറ്റ്സ് എടുക്കുക. അപ്പോൾ ഈ സിംഗിൾട്ടൺ സെറ്റ്സ് എല്ലാം ഡിസ്ക്രീറ്റ് ടോപ്പോളജിയിൽ ഓപ്പൺ ആണ്. അപ്പോൾ ഞാൻ O ഈസ് ഈക്വൽ ടു ഇങ്ങനൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്നിനെ സിംഗിൾട്ടൺ 1 യൂണിയൻ, സിംഗിൾട്ടൺ 2 യൂണിയൻ എക്സെട്ര എന്നെഴുതാം. അതായത് യൂണിയൻ ഓഫ് n ഇൻ n സച്ച് ദാറ്റ് സിംഗിൾട്ടൺ n എന്ന് നാച്ചുറൽ നമ്പർ സിസ്റ്റത്തിന് മൊത്തത്തിൽ എഴുതാം. അപ്പോൾ ഈ O എന്താണ്, O ഈസ് എൻ ഓപ്പൺ കവർ ഫോർ n ആണ്. ഇതിന് എപ്പോഴെങ്കിലും ഒരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവുമോ, ഇതിന് ഏതെങ്കിലും ഫൈനൈറ്റ് നമ്പർ ഓഫ് സിംഗിൾട്ടൺ സെറ്റ്
ഇതിൽ ഓയിലുള്ള ഏതെങ്കിലും ഫൈനൈറ്റ് നമ്പർ ഓഫ് സിംഗിൾട്ടൺ സെറ്റ്സ് വെച്ചിട്ട് നമ്മൾക്ക് എന്നിനെ കവർ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ ഇവിടെ ഞാൻ എന്നെ വെച്ച് പറഞ്ഞത് തന്നെ, നിങ്ങളിപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻഫൈനൈറ്റ് സെറ്റ്, എന്നെ മാത്രം ആവണമെന്നില്ല, ഇൻഫൈനൈറ്റ് സെറ്റ്സ് ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഇൻഫൈനൈറ്റ് സെറ്റ്സ് വിത്ത് ഡിസ്ക്രീറ്റ് ടോപ്പോളജിയാണ് എടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ നമ്മൾക്ക് എന്ത് പറയാം, ഏത് കവർ എടുത്താലും എന്നല്ല, ഇങ്ങനെ ഒരു കവർ എടുക്കുമ്പോൾ നമ്മൾക്ക് സിംഗിൾട്ടൺ എലമെൻറ്റ്സ് വരുന്ന ഒരു കവർ എടുക്കുമ്പോൾ അവിടെ നമ്മൾക്ക് ആ ഒരു ഓപ്പൺ കവറിന് ഒരു സബ് കവർ കിട്ടുന്നില്ല, ഫൈനൈറ്റ് സബ് കവർ. ദർ ഈസ് നോ സബ് കവർ എന്നല്ല, ഫൈനൈറ്റ് സബ് കവറാണ്. ദർ ഈസ് നോ ഫൈനൈറ്റ് സബ് കവർ ഫോർ ഓ. അപ്പോൾ എന്താണ്, എക്സ് ഈസ് നോട്ട് കോമ്പാക്റ്റ് എന്ന് കിട്ടി. ഏത് കേസിൽ? ഇൻഫൈനൈറ്റ് സെറ്റ് ടുഗദർ ഡിസ്ക്രീറ്റ് ടോപ്പോളജി. ഇനി നെക്സ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് സിംഗിൾട്ടൺ 0-1കളൊന്നും എന്തല്ല, കോമ്പാക്റ്റ് അല്ല. ഇൻ ജനറൽ ഞാൻ ഏത് ഓപ്പൺ ഇൻ്റർവെൽ എ ബി എടുത്താലും അതൊന്നും കോമ്പാക്റ്റ് ആയിരിക്കത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഓപ്പൺ 0-1 വെച്ചിട്ട് പറയാം. ഇപ്പോൾ ഞാൻ ഓപ്പൺ 0-1 എടുത്തു. നമ്മൾക്ക് കോമ്പാക്റ്റ് അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫൈനൈറ്റ് സബ് കവർ ഇല്ലാത്ത ഒരൊറ്റ ഓപ്പൺ കവർ കിട്ടിയാൽ മതി. അപ്പോൾ കൺസിഡർ ദ സെറ്റ് O is equal to open interval 1/n1 where n is equal to 2 to infinity. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ എല്ലാം യൂണിയൻ എടുത്താൽ 1/n1, ഇതെന്താണ്, നമ്മൾക്ക് ഈ ഒരു യൂണിയൻ എന്ന് പറയുന്നത് എന്ത് വരും, as n tends to infinity 1/n 0 പോവും. അപ്പോൾ ഈ ഒരു യൂണിയൻ എന്ന് പറയുന്നത് എന്താണ്, ഓപ്പൺ 0-1 ആണ് യൂണിയനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്താണ്, ഈ O എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെൽസ് ആയതുകൊണ്ട് ഓപ്പൺ സെറ്റ്സിൻ്റെ കളക്ഷനുമാണ്. അപ്പോൾ ദിസ് ഈസ് എ ഓപ്പൺ കവർ ഫോർ ദ ഓപ്പൺ ഇൻ്റർവെൽ 0-1. ഇനി ഇതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടോ എന്നതാണ്. ഇതിനൊരു ഫൈനൈറ്റ് സബ് കവർ പോലും ഇല്ല. നേരത്തെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെയും പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 0 എന്തെടുക്കുക, 0യും 1ഉം നമ്മൾ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, 1/2 1, 1/3 1, 1/4 1. ഈ ഒരു രീതിയിലാണ് ഇൻ്റർവെല്ലിൽ മൂവ് ആവുന്നത്. as n tends to infinity 1/n 0 പോകും. അപ്പോൾ ആ ഇൻ്റർവെല്ലിൽ അത്രയും ലാർജ് ആയിക്കൊണ്ടിരിക്കും. അറ്റ് ലാസ്റ്റ് അത് എന്തായിത്തീരും, 0-1 എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെല്ലായിത്തീരും. അങ്ങനെയാണ് നമ്മൾക്ക് ആ ഒരു യൂണിയൻ എന്ന് പറയുന്നത് 0-1 കിട്ടുന്നത്. നമ്മൾക്ക് ഇതിൽ ഏതെങ്കിലും ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ ഇൻ്റർവെൽസ് വെച്ചിട്ട് ദ ഹോൾ 0-1നെ കവർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് എന്നിലോട്ട് ടെൻഡ് ചെയ്യപ്പെടുമ്പോൾ 1/n 0 ടെൻഡ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് എന്താണ്, ഒരിക്കലും അതിനൊരു ഫൈനൈറ്റ് സബ് കവർ കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല. ഫോർ സപ്പോസ് ദർ എക്സിസ്റ്റ് എ ഫൈനൈറ്റ് സബ് കവർ, ഇതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്ന് വിചാരിക്കുക. അതിലുള്ള ഓരോന്നിനും ഞാൻ 1/n1. ഇപ്പോൾ എന്തായാലും ഈ ഒരു ഫോമിലുള്ള ഓപ്പൺ ഇൻ്റർവെൽസ് ആയിരിക്കുമല്ലോ. അപ്പോൾ 1/n-കളായിരിക്കും അതിൻ്റെ എന്തായാലും ലെഫ്റ്റ് സൈഡിലുള്ള ഇൻ്റർവെൽ ലിമിറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ 1/n1 1, 1/n2 1 എക്സെട്ര 1/n1 ഇത്തരത്തിലൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരുന്നു എന്ന് കരുതുക. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും, ഓപ്പൺ 0-1 എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് ദീസ് ഇൻ്റർവെൽസ് അല്ലേ വരിക. യൂണിയൻ I is equal to 1 to n 1/n1 അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഞാനിപ്പോൾ ഇതിപ്പോൾ ഈ ഓർഡറിൽ തന്നെ എഴുതിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. n1 ലെസ് ദാൻ ഇങ്ങനെ വേണ്ട, n1 ഗ്രേറ്റർ ദാൻ അല്ലേ വേണ്ട, ഇങ്ങനെ തന്നെ n1 ലെസ് ദാൻ n2 ലെസ് ദാൻ എക്സെട്ര ലെസ് ദാൻ nn. ഈ ഓർഡറിൽ തന്നെയാണ് ഈ നാച്ചുറൽ നമ്പേഴ്സ് വരുന്നത് എന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് 1/n1 ഈസ് ഗ്രേറ്റർ ദാൻ 1/n2 ഈസ് ഗ്രേറ്റർ ദാൻ എക്സെട്ര ഗ്രേറ്റർ ദാൻ 1/n എന്ന് വരും. ആൻഡ് എല്ലാത്തിനും നമുക്കെന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ ഫോം ഞാനിപ്പം വരച്ച രീതിയിൽ തന്നെ നോക്കുന്നേരം
എന്താണ് ഒന്നിൽ കണ്ടെയ്ൻഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ എന്താണ് 1/n1 യൂണിയൻ 1/n(n-1) യൂണിയൻ എക്സെട്ര യൂണിയൻ 1/n1 എടുത്തു കഴിഞ്ഞാൽ ഈ യൂണിയൻ എന്ത് തന്നെയാണ് വരുന്നത്? 1/n(n)(1) ആണ് വരുന്നത്. ഇതൊരിക്കലും ഓപ്പൺ 0 ഈക്വലായിട്ട് വരില്ല. അപ്പോൾ എന്താണ്? ഒരിക്കലും ഇങ്ങനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾക്ക് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന കവറിന് ഫൈനൈറ്റ് സബ് കവർ ഇല്ല. ഇനി നെക്സ്റ്റ് റിസൾട്ട് എന്താണ്? ഇത് നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ്. Rn ഈസ് നോട്ട് കോമ്പാക്റ്റ് ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ. ഏത് പോസിറ്റീവ് ഇൻറ്റിജർ എടുത്താലും ഏത് പോസിറ്റീവ് ഇൻറ്റിജർ ആയാലും Rn കോമ്പാക്റ്റ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് പറയാം? R, R2, R3 ഇതൊന്നും കോമ്പാക്റ്റ് അല്ല എന്ന് കിട്ടും. അപ്പോൾ ഒരൊറ്റ കോമ്പാക്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫൈനൈറ്റ് സബ് കവർ ഇല്ലാത്ത ഒരൊറ്റ ഓപ്പൺ കവർ പറഞ്ഞാൽ മതി. അപ്പം ഞാൻ എന്തെടുക്കുന്നു എന്ന് വെച്ചാൽ 0 സെൻറ്ററും n റേഡിയസും ഉള്ള ഓപ്പൺ ബോൾസ് എടുത്തു. 0 സെൻറ്ററും n റേഡിയസും ഉള്ള ഓപ്പൺ ബോൾസ്. അപ്പോൾ ഇതാണ് എനിക്ക് ഓയിൽ വരുന്ന എലമെൻറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താണ്? Rn ആണ് കിട്ടുന്നത്. കാരണം എന്താണ്? as n tends to infinity ആ ഒരു ഓപ്പൺ ബോൾ തന്നെ Rn ആയിട്ട് മാറുന്നുണ്ട്. as n tends to infinity ആണ്. അപ്പോൾ ഇതിനൊരിക്കലും ഒരു ഫൈനൈറ്റ് സബ് കവർ ഇല്ല. കാരണം എന്താണ്? ഇതിലുള്ള ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ ബോൾസ് വെച്ചിട്ട് നമ്മൾക്കൊരിക്കലും എന്താണ്? ആ ഹോൾ Rnനെ കവർ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇതിപ്പോൾ നിങ്ങൾ R2 തന്നെ നോക്കുക. 0, 1 റേഡിയസ് ഉള്ളത് എടുത്തു, നെക്സ്റ്റ് 2 റേഡിയസ് ഉള്ളത് എടുത്തു, 3 റേഡിയസ് ഉള്ളത് എടുത്തു. അപ്പോൾ ഇതിൻ്റെ 3 ഓപ്പൺ ബോൾസ് എന്ന് പറഞ്ഞാൽ സർക്കിൾസിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആണ് വരിക. അപ്പോൾ ഈ 3 സർക്കിൾസിൻ്റെ ഇൻറ്റീരിയേഴ്സ്, അതായത് ഈ 3 ഓപ്പൺ ബോൾസിൻ്റെ യൂണിയൻ എടുത്തപ്പോൾ നമുക്ക് എന്താണ്? ലാർജസ്റ്റ് ഓപ്പൺ ബോൾ കിട്ടി. അപ്പോൾ ഇത്തരത്തിലൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ഫൈനൈറ്റ് സബ്, അല്ലെങ്കിൽ അങ്ങനെ വേണ്ട, ഈ ഒരു ഓപ്പൺ ബോൾസ് 0 സെൻറ്ററും n റേഡിയസ് ഉള്ള ഓപ്പൺ ബോൾസ് എടുത്തു. ഇതിൽ നിന്ന് ഏത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ ബോൾസിൻ്റെ യൂണിയൻ എടുത്താലും നമ്മൾക്ക് എന്താണ്? ആ കളക്ഷനിൽ ലാർജസ്റ്റ് ഓപ്പൺ ബോൾ ഏതാണോ അതേ യൂണിയനായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഈ 3 എടുത്തിട്ടുണ്ടെങ്കിൽ ഈ 3 3ൻ്റെയും യൂണിയൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ലാർജസ്റ്റ് ഓപ്പൺ ബോളാണ് വരുന്നത്. ഇത്തരത്തിലൊരു ഏത് ഫൈനൈറ്റ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ബോൾസ് എടുത്ത് യൂണിയൻ എടുത്താലും അതിൽ ലാർജസ്റ്റ് ഓപ്പൺ ബോൾ ഏതാണോ അതാണ് യൂണിയനായിട്ട് കിട്ടുന്നത്. ഒരിക്കലും നമ്മൾക്ക് അതെന്താണ്? Rn ആവത്തില്ല. സോ ഇതിനൊരിക്കലും എന്താണ്? ഒരു ഫൈനൈറ്റ് സബ് കളക്ഷൻ ഉണ്ടാവില്ല ഈ പറഞ്ഞിരിക്കുന്ന കവറിന്. സോ Rn ഈസ് നോട്ട് എന്താണ്? കോമ്പാക്റ്റ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി. അപ്പോൾ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ എ ഫാമിലി എ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ സ്പേസ് എക്സ്. അതായത് എയിലുള്ളത് എന്താണ്? എക്സിൻ്റെ സം സബ്സെറ്റ്സിൻ്റെ കളക്ഷനാണ് എ. അപ്പോൾ അതിന് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ every finite subcollection of A has non-empty intersection. Every finite subcollection of A has non-empty intersection ആയിരിക്കണം. അപ്പോൾ എക്ക് എന്താണ്? എയുടെ ഏത് ഫൈനൈറ്റ് സബ് കളക്ഷൻ എടുത്തു കഴിഞ്ഞാലും ആ സബ് കളക്ഷനിലുള്ള എല്ലാ എലമെൻസിൻ്റെയും ഇൻ്റർസെക്ഷൻ എടുത്താലും നോൺ എംപ്റ്റി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എക്ക് എന്താണ്? ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയും. ഇൻ ഷോർട്ട് F.I.P എന്നും പറയാറുണ്ട്, FIP. അപ്പോൾ എക്ക് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയുന്നത് എപ്പോഴാണ്? എയിലുള്ള ഏത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എടുത്ത് ഇൻ്റർസെക്ഷൻ എടുത്താലും നോൺ എംപ്റ്റി ഇൻ്റർസെക്ഷൻ കിട്ടണം, നോൺ എംപ്റ്റി സെറ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്ക് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, consider A, which is the set of all intervals of the form 1/n1 where n is equal to 2 to infinity. ഇപ്പോൾ ഫാമിലി ഓഫ് ഓപ്പൺ സെറ്റ്സ് ആണ് ഈ എഴുതിയിരിക്കുന്നത്.
ആക്ച്വലി ഇത് എങ്ങനെയാണ് വരുന്നത്? റിയൽ ലൈനിൽ 0 0 1. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവെൽ n=2 കൊടുക്കുമ്പോൾ 1/2 1 എന്ന് പറയുന്ന ഇൻ്റർവെൽ വരും. അടുത്തത് 3 കൊടുക്കുമ്പോൾ 1/3 1 എന്ന് പറയുന്ന ഇൻ്റർവെൽ വരും. അടുത്തത് 4 കൊടുക്കുമ്പോൾ 1/4 1 എന്ന് പറയുന്ന ഇൻ്റർവെൽ. ഇങ്ങനെ മൂവ് ചെയ്താൽ 1/n 1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലാണ് എന്ത് വരുന്നത്? ഈ എഴുതിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ കളക്ഷനാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത്തരത്തിൽ എയുടെ ഏതെങ്കിലും ഒരു എയിലുള്ള ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എടുത്തു. ഓക്കെ, അപ്പോൾ ഞാനൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എയിൽ നിന്ന് എടുത്തു. അപ്പോൾ അതെന്തായാലും ഏത് ഫോമിലായിരിക്കണം ഉണ്ടാവേണ്ടത്? ഇതാ ഈ 1/n1 1, 1/n2 1, എക്സെട്ര 1/n 1 ഈ ഫോമിലുള്ള എലമെൻറ്റ്സിൻ്റെ കളക്ഷൻ ആയിരിക്കും ഈ ഒരു ഫൈനൈറ്റ് സബ് കളക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് വൺ മോർ തിങ് എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, ഇങ്ങനെ സബ് കളക്ഷൻ എടുത്തപ്പോൾ ഇങ്ങനെ ഈ ഫോമിലാണ് ഉണ്ടാവുക. പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഓർഡർ കീപ്പ് ചെയ്യുന്നു. എങ്ങനെ? 1/n1 എന്താണ്? n1 ഗ്രേറ്റർ ദാൻ n2 ഗ്രേറ്റർ ദാൻ എക്സെട്ര n എന്ന് എഴുതുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/n1 ലെസ് ദാൻ 1/n2 ലെസ് ദാൻ എക്സെട്ര 1/n എന്ന് വരും. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഈ ഒരു ഫോമിൽ എടുക്കുമ്പോൾ 1/n1 1 എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഇൻ്റർവെൽ വരും. അതിൽ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെല്ലാണ് ഏത് വരിക? 1/n2 1 എന്ന് പറയുന്നത്. ആൻഡ് അതിൽ കണ്ടെയ്ൻഡ് ആയിട്ടുള്ളതാണ് 1/n3 1 എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ മതി. 1 2 3 4 അങ്ങനെ എടുത്തപ്പോൾ എന്താണ്? 2 ലെസ് ദാൻ 3 ആണ്. അപ്പോൾ 1/2 എന്ന് പറയുന്നതാണ് ഗ്രേറ്റർ ദാൻ 1/3 ആണ്. പക്ഷേ 1/3 1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലാണ് ഏത് കണ്ടെയ്ൻഡ് ആയിട്ട് വരുന്നത്? 1/2 1 കണ്ടെയ്ൻഡ് ആയിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ഓർഡറിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ഇങ്ങനെ കിട്ടും. ഓക്കെ, ആ ഒരു ഞാൻ ഇപ്പം പറഞ്ഞിരിക്കുന്ന ഈ ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. ഫൈനൈറ്റ് സബ് കളക്ഷൻ എടുത്തു. പക്ഷെ ആ ഫൈനൈറ്റ് സബ് കളക്ഷനിൽ ഞാൻ ഈ ഒരു ഓർഡർ കീപ്പ് ചെയ്യുന്ന രീതിയിൽ സെറ്റ്സിനെ അറേഞ്ച് ചെയ്ത് എഴുതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഈ ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ എല്ലാം ഇൻ്റർസെക്ഷൻ എന്തായിരിക്കും? 1/n 1 എന്ന് പറയുന്നതായിരിക്കും ഇൻ്റർസെക്ഷൻ. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ മതി. 1/2 1 ഇൻ്റർസെക്ഷൻ 1/3 1 എന്തായിരുന്നു വരുന്നത്? 1/2 1 എന്ന് പറയുന്നതാണ് വരുന്നത്. അപ്പോൾ സ്മോളസ്റ്റ് ഇൻ്റർവെൽ ഏതാണോ അതാണ് ഇൻ്റർസെക്ഷൻ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ സ്മോളസ്റ്റ് ഇൻ്റർവെൽ ഏതാണ്? 1/n 1 എന്ന് പറയുന്നതാണ്. സോ അതാണ് ഈ എലമെൻസിൻ്റെ എല്ലാം ഇൻ്റർസെക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? ആ ഒരു ഇൻ്റർസെക്ഷൻ ആ പറഞ്ഞിരിക്കുന്ന ഇൻ്റർവെൽ ആയതുകൊണ്ട് വിച്ച് ഈസ് നോൺ എംപ്റ്റി. അതായത് ഇപ്പോൾ ni എന്ന് പറഞ്ഞ അവിടെ പറഞ്ഞ പ്രകാരം അല്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ ഇങ്ങനെ എടുത്താലും മതി. ഞാനിങ്ങനെ സം ഫൈനൈറ്റ് സബ് കളക്ഷൻ ഓഫ് സ്ക്രിപ്റ്റ് എ കൺസിഡർ ചെയ്തു. ഇനി ഇവിടെ NIs ലിസ്റ്റ് ചെയ്തിട്ടില്ലേ, അതിൽ മിനിമം എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം എന്ന് പറയുന്നത് n1 n2 എക്സെട്ര nl മാക്സിമം ni ആണ് വരുന്നതെങ്കിൽ നമ്മൾക്ക് ഇൻ്റർസെക്ഷൻ j = 1 to n 1/nj 1 അതെന്തായിരിക്കും? 1/ni 1 ആയിരിക്കും. ആൻഡ് ഇതെന്താണ്? നോൺ എംപ്റ്റി സെറ്റാണ്. സോ ഇത്തരത്തിൽ ഏത് ഫൈനൈറ്റ് സബ് കളക്ഷൻ എടുത്താലും അതിൻ്റെ ഇൻ്റർസെക്ഷൻ ഫൈനൈറ്റ് സബ് കളക്ഷനുള്ള എലമെൻസിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് നോൺ എംപ്റ്റി ആണ്. സോ എ ഹാസ് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി. ഇനി നെക്സ്റ്റ് റിസൾട്ടാണ് തിയറം 6.1. SP is
X is compact if and only if every family of closed sets in X with the finite intersection property has non-empty intersection. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്പേസ് കോമ്പാക്റ്റ് ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി കണ്ടീഷൻ എന്താണ്? ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉള്ള ഏത് ക്ലോസ്ഡ് സെറ്റ്സിൻ്റെ ഫാമിലി എടുത്തു കഴിഞ്ഞാലും, ഏത് ഫാമിലി എന്താണ് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉള്ള ഏത് ക്ലോസ്ഡ് സെറ്റ്സിൻ്റെ ഫാമിലി എടുത്തു കഴിഞ്ഞാലും എന്താണ് ആ ഫാമിലിയുള്ള എല്ലാ സെറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കണം? നോൺ എംപ്റ്റി ആയിരിക്കണം. അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെ പ്രൂവ് ചെയ്യണം? We need to prove that every family of closed sets in X with the finite intersection property has non-empty intersection. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് എക്സ് ഈസ് കോമ്പാക്റ്റ് എന്നാണ്. അപ്പോൾ എക്സ് കോമ്പാക്റ്റ് ആയതുകൊണ്ട് ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ എ ഫാമിലി ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് കൺസിഡർ ചെയ്തു. ഫോർ ദാറ്റ് ലെറ്റ് എ ഇസ് ഈക്വൽ ടു the set of C alpha where alpha belongs to I. I എന്ന് പറയുന്നത് ഇൻഡെക്സ് സെറ്റ്. I എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ഫോർ എൻ ഇൻഡെക്സ് സെറ്റ് I be a family of closed set in X with the finite intersection property. എന്താണ് ഫാമിലി ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് എടുത്തു ആൻഡ് ആ ഒരു ഫാമിലി എക്ക്, ആ ഒരു കളക്ഷൻ എക്ക് എന്താണ് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉണ്ടെന്നും അസ്യൂം ചെയ്തു. അപ്പം നമ്മൾക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എയിലുള്ള എല്ലാ എലമെൻസിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് നോൺ എംപ്റ്റി ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് നോൺ എംപ്റ്റി ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്യുക. സപ്പോസ് ഇൻ്റർസെക്ഷൻ ഐ ഈസ് ആൽഫ ബിലോങ്സ് ടു ഐ, സി ആൽഫ ഈക്വൽ ടു 5. അപ്പോൾ അതങ്ങനെ എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇത് നമ്മൾ അസ്യൂം ചെയ്തു വെച്ചു. ഇനി കൺസിഡർ സി ആൽഫ എന്താണ്? ക്ലോസ്ഡ് സെറ്റാണ്. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഒ ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പൺ സെറ്റായിരിക്കും. സോ ഒ ആൽഫ ഓപ്പൺ സെറ്റാണ്. ഈ ഒ ആൽഫകളുടെ കളക്ഷൻ എടുക്കുക ഒ. അപ്പോൾ ഒ ഇസ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ ഒ ആൽഫ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് സി ആൽഫ സച്ച് ദാറ്റ് ആൽഫ ബിലോങ്സ് ടു ഐ. അപ്പോൾ ഇതെന്താണ്? വിച്ച് ഇസ് എ ഫാമിലി ഓഫ് ഓപ്പൺ സെറ്റ്സ് ആണ് ഇൻ എക്സ്. Now consider the union alpha belongs to I, O alpha. അപ്പോൾ O alpha എന്താണ്? X minus C alpha. So this is equal to union alpha belongs to I, X minus C alpha. And this union is equal to X minus intersection alpha belongs to I, C alpha. And intersection alpha belongs to I, C alpha 5 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? X minus 5. അപ്പോൾ എന്താണ് എക്സ് മൈനസ് 5 വരുന്നത്? എക്സ് തന്നെയാണ്. സോ യൂണിയൻ ആൽഫ ബിലോങ്സ് ടു ഐ, ഒ ആൽഫ എന്ന് പറയുന്നത് എക്സ് ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒ എന്തായിരിക്കും? ഒ ഈസ് എ ഓപ്പൺ കവർ ഓഫ് എക്സ് ആണെന്ന് കിട്ടി. ഇപ്പോൾ ഡെഫിനിഷൻ പ്രകാരം നമ്മൾക്ക് എന്താണ്? എക്സ് കോമ്പാക്റ്റ് ആയതുകൊണ്ട് എല്ലാ ഓപ്പൺ കവറിനും ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരിക്കും. അപ്പോൾ അത് പ്രകാരം നമ്മൾക്ക് എന്താണ്? ഒക്ക് ഒരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്ന് പറയാം. ആൻഡ് ആ ഒരു സബ് കവറിന് ഞാനിതാ ഇങ്ങനെ എടുത്തു. ഒ ഡാഷ് ഇസ് ഈക്വൽ ടു സെറ്റ് ഒ ആൽഫ ഐ വേർ ഐ ഇസ് ഈക്വൽ ടു 1 to n. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഫൈനൈറ്റ് സബ് കവർ ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? യൂണിയൻ ഓഫ് ദ എലമെൻറ്റ്സ് ഇൻ ഒ ഡാഷ് ആയിരിക്കും. സോ എക്സ് ഇസ് ഈക്വൽ ടു യൂണിയൻ ഐ ഇസ് ഈക്വൽ ടു 1 to n ഒ ആൽഫ ഐ എന്ന് കിട്ടി. ആൻഡ് ഒ ആൽഫ ഐ എന്താണ്? എക്സ് മൈനസ് സി ആൽഫ ഐ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു യൂണിയൻ ഐ ഇസ് ഈക്വൽ ടു 1 to n എക്സ് മൈനസ് സി ആൽഫ ഐ. ആൻഡ് ദിസ് യൂണിയൻ ക്യാൻ ബി റിട്ടൺ ആസ് എന്താണ്? എക്സ് മൈനസ് ഇൻ്റർസെക്ഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n സി ആൽഫ ഐ എന്ന് എഴുതാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ഇൻ്റർസെക്ഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n സി ആൽഫ ഐ എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ഈ ഒരു സെറ്റ് വരണമെങ്കിൽ ആ സെറ്റ് എന്തായിരിക്കണം? എംപ്റ്റി സെറ്റ് ആയിരിക്കണം അല്ലേ? ഒരു എക്സിൽ നിന്ന് ഒരു സെറ്റ് റിമൂവ് ചെയ്തിട്ട് എക്സ് തന്നെ കിട്ടണമെങ്കിൽ അതെന്തായിരിക്കണം? എംപ്റ്റി സെറ്റ് ആയിരിക്കണം. അപ്പോൾ എന്താണ്? ഈ ഒരു ഇൻ്റർസെക്ഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n സി ആൽഫ ഐ എംപ്റ്റി ആണെന്ന് കിട്ടി. പക്ഷെ നമ്മൾ എങ്ങനെയായിരുന്നു എടുത്തത്? എക്ക് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് അസ്യൂം ചെയ്തത്. അതായത്
എയിൽ നിന്ന് ഏത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എടുത്ത് ഇൻ്റർസെക്ഷൻ കൺസിഡർ ചെയ്താലും അത് നോൺ എം ടി ആയിരിക്കുന്നു. പക്ഷെ നമ്മൾക്ക് ഇവിടെ എന്താണ്, അത് എം ടി ആണെന്ന് കിട്ടി. ഒരു സെറ്റ്, ഒരു ഫൈനൈറ്റ് സബ്സെറ്റിന് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എക്ക് എം ടി ഇൻ്റർസെക്ഷൻ ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ അതെന്താണ്, കോൺട്രഡിക്ഷൻ ആണ്, വിച്ച് കോൺട്രഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് എ ഹാസ് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്തത് തെറ്റാണ്. എന്താണ് അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ ദ ഹോൾ എലമെൻറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷൻ 5 ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തെറ്റാണ്. വിച്ച് ഇംപ്ലൈസ് ദ ഇൻ്റർസെക്ഷൻ ആൽഫ ബിലോങ്സ് ടു ഐ, സി ആൽഫ ഈസ് നോൺ എം ടി. ഇനി തിരിച്ച് നമ്മൾക്ക് എന്താണ്, ഏത് ഫാമിലി ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് എടുത്താലും അതിനെല്ലാം ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉള്ള ഫാമിലി ഓഫ് ക്ലോസ്ഡ് സെറ്റ് എടുത്താലും അതിൻ്റെ എല്ലാ എലമെൻറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് നോൺ എം ടി ആണ് വരിക എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ദെൻ എക്സ് കോമ്പാക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. Now suppose that every family of closed sets in X with the finite intersection property has a non-empty intersection. Has a non-empty intersection വെച്ചാൽ അതിലുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്താൽ അത് നോൺ എം ടി ആയിരിക്കുമെന്ന്. We need to prove that X is compact. For that, suppose X is not compact. X കോമ്പാക്റ്റ് അല്ലെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ X കോമ്പാക്റ്റ് അല്ലെങ്കിൽ എന്താണ് മീൻ ചെയ്യുന്നത്? There exists an open cover O for X which does not have any finite subcover. എന്താണ്, ഒരു ഫൈനൈറ്റ് സബ് കവർ പോലും ഇല്ലാത്തൊരു ഓപ്പൺ കവർ O എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് ലെറ്റ് O is equal to the set of open sets O alpha where alpha belongs to I. ആ ഒരു ഓപ്പൺ കവറിലുള്ള എലമെൻറ്റ്സിന് ഞാൻ ഈ ഒരു ഇൻഡെക്സ് സെറ്റ് യൂസ് ചെയ്ത് ഡിനോട്ട് ചെയ്തു. ഓക്കെ, O ആൽഫ സച്ച് ദ ആൽഫ ബിലോങ്സ് ടു ഐ. അപ്പോൾ നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്ത് അതുപോലെ തന്നെ ഇവിടെ എക്സ് മൈനസ് O ആൽഫ കൺസിഡർ ചെയ്യുക. O ആൽഫകളെല്ലാം തന്നെ ഓപ്പൺ ആയതുകൊണ്ട് ഞാൻ എക്സ് മൈനസ് O ആൽഫ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ എ എന്ന് പറയുന്ന ഫാമിലി ദ കളക്ഷൻ ഓഫ് ദീസ് ക്ലോസ്ഡ് സെറ്റ് ആണെന്ന് എടുത്തു. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ക്ലോസ്ഡ് സെറ്റ്സിൻ്റെ കളക്ഷൻ എടുത്തു. O ആൽഫകളുടെ എല്ലാം തന്നെ കോംപ്ലിമെൻ്റ് ആണ് എയിലുള്ള എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു എയിൽ നിന്ന് ഏത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എടുത്ത് ഇൻ്റർസെക്ഷൻ എടുത്താലും എനിക്ക് എന്ത് കിട്ടും? ഇൻ്റർസെക്ഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n സി ആൽഫ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻ്റർസെക്ഷൻ ജെ ഇസ് ഈക്വൽ ടു 1 to n എക്സ് മൈനസ് O ആൽഫ ഐ എന്ന് വരും അല്ലേ? അപ്പോൾ ഈ ഒരു ഇൻ്റർസെക്ഷനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് യൂണിയൻ ഐ ഇസ് ഈക്വൽ ടു 1 to n O ആൽഫ ഐ എന്ന് എഴുതാം അല്ലേ? ആൻഡ് നമ്മൾക്ക് എന്താണ് അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത്? O ഡസ് നോട്ട് ഹാവ് എനി ഫൈനൈറ്റ് സബ് കവർ എന്ന അസ്യൂം ചെയ്തത്. അപ്പോൾ ഓയിലുള്ള ഏത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എടുത്ത് യൂണിയൻ എടുത്താലും നമ്മൾക്ക് ദ ഹോൾ സെറ്റ് എക്സ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പൺ സെറ്റ്സുകളുടെ യൂണിയൻ എടുത്താലും നമ്മൾക്ക് എന്ത് കിട്ടില്ല? എക്സ് കിട്ടില്ല, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു എക്സ് ആയിരിക്കും. അപ്പോൾ ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു എക്സ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? എക്സ് മൈനസ് ഐ ഇസ് ഈക്വൽ ടു 1 to n O ആൽഫ എന്ന് പറയുന്നത് നോൺ എം ടി സെറ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് എന്ത് പറയാം? ഈ ഒരു ഇൻ്റർസെക്ഷൻ നോൺ എം ടി ആണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഫാമിലി ഓഫ് ക്ലോസ്ഡ് സെറ്റിൽ നിന്ന് ഏത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എടുത്ത് ഇൻ്റർസെക്ഷൻ എടുത്താലും എനിക്ക് നോൺ എം ടി ഇൻ്റർസെക്ഷനാണ് കിട്ടുന്നത്. ഓക്കെ, നോൺ എം ടി സെറ്റാണ് കിട്ടുന്നത്. സോ എക്ക് എന്തുണ്ട്? എ ഹാസ് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി എന്ന് പറയാം. ഇനി നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് എന്താണ്? ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉള്ള ഏത് ഫാമിലി ഓഫ് ക്ലോസ്ഡ് സെറ്റ് എടുത്താലും അതിലുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്താൽ അതും നോൺ എം ടി ആയിരിക്കും. അപ്പോൾ അത് പ്രകാരം നമ്മൾ എ എടുത്തു. എയിലുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ്? വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 5 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു 5 ആണ്. ആൻഡ് ഈ ഒരു ഇൻ്റർസെക്ഷൻ എന്താണെന്ന് നോക്കാം. ഇൻ്റർസെക്ഷൻ ആൽഫ ബിലോങ്സ് ടു ഐ സി ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർസെക്ഷൻ ആൽഫ ബിലോങ്സ് ടു ഐ എക്സ് മൈനസ് O ആൽഫയാണ്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് യൂണിയൻ ആൽഫ ബിലോങ്സ് ടു ഐ O ആൽഫയാണ്. അപ്പോൾ ഇത് നോൺ എം ടി ആയതുകൊണ്ട് ഇതിനോട് ഈക്വൽ ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു സെറ്റ്, ഈ ഒരു എക്സ്പ്രഷനും
നോൺ എം ടി ആണെന്ന് നമ്മൾക്ക് പറയാം. സോ ഈ പറഞ്ഞിരിക്കുന്ന ഡിഫറൻസ് നോൺ എം ടി സെറ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് വരണം? ഈ യൂണിയൻ ആൽഫ ബിലോങ്സ് ടു ഐ, ഓ ആൽഫ നോട്ട് ഈക്വൽ ടു എക്സ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ നോൺ എം ടി വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾക്ക് ഒ എന്തായിരുന്നു? ഒ ഈസ് എ ഓപ്പൺ കവർ ഫോർ എക്സ് ആയിരുന്നു. അപ്പോൾ അതിലുള്ള എല്ലാ എലമെൻസിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ആണ് വരിക. പക്ഷെ ഇവിടെ നമ്മൾക്ക് എന്താണ്? ഈ എല്ലാ എലമെൻസിൻ്റെ യൂണിയൻ എടുത്തപ്പോൾ എക്സ് കിട്ടുന്നില്ല എന്നാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ. ദെർഫോർ നമ്മൾ അസ്യൂം ചെയ്തത് തെറ്റാണ്. ഓക്കെ, എന്തായാലും ഒരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഏത് ഓപ്പൺ കവർ എടുത്താലും അതിനെല്ലാം ഫൈനൈറ്റ് സബ് കവർ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എക്സ് എന്താണ്? കോമ്പാക്റ്റ് ആണ്. സോ ഒരു ടോപ്പോളജിക്കൽ സ്പേസ് കോമ്പാക്റ്റ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇക്വലൻ്റ് ആയിട്ട് എന്ത് പറഞ്ഞാൽ മതി? എനി family of closed set which has finite intersection property has a non-empty intersection എന്നുകൂടെ പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു തിയറം അവിടെ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് റിസൾട്ട് കാൻഡേഴ്സ് തിയറം ഫോർ ഡിഡക്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം നമ്മൾക്ക്. കാൻഡേഴ്സ് തിയറം ഓഫ് ഡിഡക്ഷൻ. സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ലെറ്റ് the sequence n is equal to 1 to infinity be a nested sequence of non-empty closed and bounded subset of R. Then the intersection n is equal to 1 to infinity en is not empty എന്നാണ് റിസൾട്ട് പറയുന്നത്. അതായത് നെസ്റ്റഡ് ഇൻ്റർവൽ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പറയാം, പ്രൂഫിൽ പറയാം. ലെറ്റ് the sequence en where n is equal to 1 to infinity be a nested sequence of non-empty closed and bounded subsets of R എന്നെടുത്തു. അപ്പോൾ നെസ്റ്റഡ് സീക്വൻസ് എന്ന് വെച്ചാൽ എന്താണ്? E1 contains E2 contains E3 contains etc. En contains En plus 1 ഇങ്ങനെ മൂവ് ആവും. അതായത് തൊട്ടടുത്ത സെറ്റ് എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ സെറ്റിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നെസ്റ്റഡ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്താണ്? ഈ ഓരോ ഇ ഐസും നോൺ എം ടി ആണ്, ക്ലോസ്ഡ് ആണ്, ബൗണ്ടഡ് ആണ് ആൻഡ് നെസ്റ്റഡ്. ഇത് മൊത്തത്തിൽ നെസ്റ്റഡ് സീക്വൻസും ആണ്. അപ്പോൾ നമ്മൾക്ക് എന്താണ്? ഇനി ഇതിൽ നിന്ന് ഞാൻ ഏത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എടുത്താലും അതിൻ്റെ ഇൻ്റർസെക്ഷൻ നോൺ എം ടി ആയിരിക്കും. കാരണം സപ്പോസ് ഞാനൊരു ഫൈനൈറ്റ് സബ് കളക്ഷൻ എടുത്തു എന്ന് കരുതുക. ഇതിൽ നിന്ന് എ ഫൈനൈറ്റ് സബ് കളക്ഷൻ ഞാൻ എടുത്തു. en1 en2 എക്സെട്ര enk be a finite sub family of this sequence. ആൻഡ് വൺ മോർ കണ്ടീഷൻ, ഓർഡറിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇങ്ങനൊരു ഫൈനൈറ്റ് സബ് ഫാമിലി എടുത്ത് എഴുതുമ്പോൾ അതിൽ en1 contains en2 contains etc. enk minus 1 contains enk. അതായത് ഈ സെറ്റിലുള്ള ഓരോ എലമെൻറ്റും അതിന് തൊട്ട് മുന്നത്തെ സെറ്റിൽ കണ്ടെയ്ൻഡ് ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മൊത്തത്തിൽ ഇൻ്റർസെക്ഷൻ എടുത്താൽ എന്താണ് വരിക? ആ ഒരു സ്മോളസ്റ്റ് സെറ്റ് ഏതാണോ അതാണ് കിട്ടുക. അതിപ്പോൾ നമ്മൾ സർക്കിളിൻ്റെ ഞാൻ സെയിം സെൻറ്റർ വരുന്ന സർക്കിൾ എടുത്തു. ക്ലോസ്ഡ് സർക്കിളിൻ്റെ ബൗണ്ടറി ഉണ്ട്, ഇൻറ്റീരിയറും ഉണ്ട്. അപ്പോൾ ഞാൻ 0 തന്നെ സെൻറ്ററായിട്ട് വരുന്ന ക്ലോസ്ഡ് സർക്കിൾസ് എടുത്തു. അതായത് ആ ഒരു ഇൻറ്റീരിയറും സർക്കിളിൻ്റെ ബൗണ്ടറി കൂടി ചേരുന്ന പാർട്ട്. അപ്പോൾ എനിക്കിത് E1, ഇത് E2, ഇത് E3 എന്ന് വരും. അങ്ങനെ ചെറിയ റേഡിയസ് കുറഞ്ഞ് പോകുന്നതിനനുസരിച്ച് ഓരോന്ന് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ഓക്കെ ഇങ്ങനെ തന്നെ എടുത്താൽ മതി. അപ്പോൾ ഇതിൽ എന്താണ്? ഞാൻ ഇതിൻ്റെ അകത്തുനിന്നൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സർക്കിൾസ് എടുത്തു. അപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് സർക്കിൾസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത 2 സർക്കിൾസ് തന്നെ എടുക്കണമെന്നില്ല. E1 കഴിഞ്ഞ് E2 തന്നെ എടുക്കണമെന്നില്ല. E1 കഴിഞ്ഞ് E3 ആവാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ഇങ്ങനെ ഏത് ഫൈനൈറ്റ് സബ് ഫാമിലി എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഒക്കെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? ആ ഫൈനൈറ്റ് സബ് ഫാമിലിയിൽ സ്മോളസ്റ്റ് സെറ്റ് ഏതാണോ അതാണ് ഇൻ്റർസെക്ഷനായിട്ട് കിട്ടുക. അതായത് ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്നതിൽ ഞാൻ E1ഉം E3 എടുത്താൽ E1 ഇൻ്റർസെക്ഷൻ E3 എന്ന് പറയുന്നത് എന്താണ്? E3 ആണ് വരിക. E1 ഇൻ്റർസെക്ഷൻ E2 എന്ന് പറയുന്നത് എന്താണ്? E2 ആണ്.
E2 ഇൻ്റർസെക്ഷൻ E3 എന്താണ്? E3 ആണ് വരുന്നത്. ഇതുപോലെ എനിക്ക് EN1 EN2 എക്സെട്ര ENK എടുത്തു, സച്ച് ദാറ്റ് ഈ ഒരു ഫോമിലാണ് വരുന്നത് എന്ന് കരുതുക. സോ ആ ഒരു ഇൻ്റർസെക്ഷൻ എന്തായിരിക്കും? ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ENK ആണ് വരിക. ആൻഡ് ENK എന്താണ്? നോൺ എം ടി ആണെന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സീക്വൻസിൽ നിന്ന് ഞാൻ ഏത് ഫൈനൈറ്റ് സബ് ഫാമിലി എടുത്ത് അതിലുള്ള എലമെൻസിന് ഇൻ്റർസെക്ഷൻ എടുത്താലും നമ്മൾക്ക് എന്താണ്? നോൺ എം ടി ഇൻ്റർസെക്ഷനാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സീക്വൻസിന് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, ഹെൻസ് എനി finite subfamily of this sequence has a non-empty intersection, which implies this sequence has finite intersection property. ഇനി E1 എടുക്കുക. E1 എന്ന് പറയുന്നത് എന്താണ്? ബൗണ്ടഡ് ആണ്. അപ്പോൾ E1 ബൗണ്ടഡ് ആയതുകൊണ്ട് E1 കണ്ടെയ്ൻഡ് ഇൻ എ ക്ലോസ്ഡ് ഇൻ്റർവൽ AB എന്ന് നമ്മൾക്ക് പറയാം. അപ്പോൾ E1 തന്നെ ഈ ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ ABയിൽ കണ്ടെയ്ൻഡ് ആയതുകൊണ്ട് അതിനേക്കാളും ചെറുതല്ലേ ആ സീക്വൻസിൽ വരുന്ന ബാക്കി എല്ലാ എലമെൻസും? നോക്കിയേ, അപ്പോൾ ഇതെല്ലാം എന്തിൽ കണ്ടെയ്ൻഡ് ആണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ ABയിൽ കണ്ടെയ്ൻഡ് ആണ്. സോ നമ്മൾക്ക് എന്ത് പറയാം? EN ഈസ് കണ്ടെയ്ൻഡ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ AB ഫോർ ഓൾ n എന്ന് പറയാം. ഇനി EN ഇസ് ഈക്വൽ ടു EN ഇൻ്റർസെക്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവൽ AB ആണ്. കാരണം EN കണ്ടെയ്ൻഡ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ AB ആയതുകൊണ്ട് ഈ ഒരു ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് EN തന്നെ കിട്ടും. അപ്പോൾ ആൻഡ് വൺ മോർ തിങ്, ഇവിടെ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ AB ആറിൽ ക്ലോസ്ഡ് ആണ്. ആൻഡ് EN നമ്മൾ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്? ആറിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള സെറ്റായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ EN ആറിൽ ക്ലോസ്ഡ് ആയതുകൊണ്ട് നമ്മൾക്കിപ്പോൾ എന്താണ്? എക്സ് എടുത്തു, അതിൻ്റെ ഒരു സബ് സ്പേസ് Y എടുത്തു. സോ Yയിൽ ഒരു സെറ്റ് C ക്ലോസ്ഡ് ആവണമെങ്കിൽ C ഇസ് ഈക്വൽ ടു സം ക്ലോസ്ഡ് സെറ്റ് D ഇൻ X ഇൻ്റർസെക്ഷൻ Y, ഈ ഫോമിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇവിടെ EN എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സെൽഫ് ക്ലോസ്ഡ് ഇൻ R ആണ്. ആൻഡ് EN ഇസ് ഈക്വൽ ടു EN ഇൻ്റർസെക്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവൽ ABയും. അപ്പോൾ എന്താണ്? ഈ EN ക്ലോസ്ഡ് ഇൻ്റർവൽ ABയിൽ ക്ലോസ്ഡ് ആണെന്ന് പറയാം. സോ EN ഈസ് ക്ലോസ്ഡ് ഇൻ ദ സബ് സ്പേസ് ടോപ്പോളജി ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ AB എന്ന് പറയാം. അപ്പോൾ ഞാൻ ഈ സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ സീക്വൻസ് എന്താണ്? വിച്ച് ഈസ് എ കളക്ഷൻ ഓഫ് closed sets in the closed interval AB എന്ന് പറയാം. And this sequence has finite intersection property. So this is a collection of closed sets which has finite intersection property, and these are the collection of closed sets in the closed interval AB. And closed interval AB എന്താണ്? കോമ്പാക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് തൊട്ട് മുന്നത്തെ റിസൾട്ട് പ്രകാരം എന്ത് പറയാം? ഈ ഒരു ഫാമിലിയിലുള്ള ഈ ഒരു കളക്ഷനിലുള്ള എല്ലാ എലമെൻസിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്താൽ അതെന്തായിരിക്കും? നോൺ എം ടി ആയിരിക്കും. സോ ദിസ് ഇൻ്റർസെക്ഷൻ ഈസ് നോട്ട് ഈക്വൽ ടു 5. അപ്പോൾ ഈ ഒരു തിയറയുടെ പ്രൂഫ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾക്ക് കാൻഡേഴ്സ് തിയറം ഫോർ ഡിഡക്ഷൻ നമ്മൾ അവിടെ പ്രൂവ് ചെയ്തപ്പോൾ ആ സീക്വൻസിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? ആ സീക്വൻസിലുള്ള എലമെൻറ്റ്സ് ക്ലോസ്ഡ് ആയിരിക്കണം, ബൗണ്ടഡ് ആയിരിക്കണം, നെസ്റ്റഡ് സെറ്റ്സ് ഓഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ്, ബൗണ്ടഡ് സബ്സെറ്റ്സ് ഓഫ് R എന്നാണ് വന്നിരുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് അവിടെ ആ ഒരു റിസൾട്ട് ആപ്ലിക്കബിൾ ആവണമെങ്കിൽ ആ സബ്സെറ്റ്സ് എന്തായാലും ക്ലോസ്ഡും ബൗണ്ടഡും ആയിരിക്കണം. സപ്പോസ് ആ ഒരു സബ്സെറ്റ് ബൗണ്ടഡ് അല്ലെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ആ ഒരു റിസൾട്ട് ആ ഒരു എല്ലാ എക്സാമ്പിളിലും ബൗണ്ടഡ് അല്ലാത്ത സെറ്റ്സിൻ്റെ കളക്ഷനിൽ വാലിഡ് ആവണമെന്നില്ല. കാരണം ഫോർ എക്സാമ്പിൾ നമുക്കൊരു കൗണ്ടർ എക്സാമ്പിൾ മതിയല്ലോ. ഫോർ എക്സാമ്പിൾ കൺസിഡർ ദ സീക്വൻസ് n equal to 1 to infinity of infinite intervals. അതായത് ബൗണ്ടഡ് ഇൻ്റർവെൽസിൻ്റെ അൺബൗണ്ടഡ് ഇൻ്റർവെൽസിൻ്റെ കളക്ഷൻ എടുക്കുക. AN എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആൻഡ് ഇൻഫിനിറ്റി, ഇതാണ് ANs ആയിട്ട് വരുന്നത്. അതായത് ഇപ്പോൾ റിയൽ ലൈൻ R എടുക്കുകയാണെങ്കിൽ എന്ത് വരും? 0 വരത്തില്ല, 1 ഇൻഫിനിറ്റി, 2 ഇൻഫിനിറ്റി, 3 ഇൻഫിനിറ്റി, ഇങ്ങനെയാണ് പോകുന്നത്. ഇപ്പം തന്നെ നോക്കിക്കേ, ഇതാണ് A1. അപ്പോൾ A1 കണ്ടെയ്ൻസ്
A2 contains A3 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്കിത് നെസ്റ്റഡ് സീക്വൻസ് ആണ് ആൻഡ് ദ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽസ് ആണ്. പക്ഷേ ഇത് ബൗണ്ടഡ് അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ തിയറം വാലിഡ് ആവില്ല. കാരണം ഞാൻ ഈ ഇൻ്റർവെൽസിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുകയാണെങ്കിൽ നോക്കിക്കേ, ഈ ANs എന്താണ് ചെറുതായി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർവെൽസിൻ്റെ ഇൻ്റർസെക്ഷൻ നമ്മൾക്ക് എന്താണ് കിട്ടുന്നത് വെച്ചാൽ എംപ്റ്റി സെറ്റാണ് കിട്ടുന്നത്. ഇത്തരത്തിൽ as n tends to infinity ഈ ഒരു സെറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഈസ് അൺബൗണ്ടഡ് ആണ്. അൺബൗണ്ടഡ് ഇൻ്റർവെൽസ് ആണ് ഫാമിലിയിൽ വരുന്നത്. നെസ്റ്റഡ് ആണ്, ക്ലോസ്ഡ് ആണ്, എന്നാൽ ബൗണ്ടഡ് അല്ല. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾക്ക് ഇൻ്റർസെക്ഷൻ എന്താണ് എംപ്റ്റി സെറ്റാണ് കിട്ടുന്നത്. സോ ദിസ് ഇംപ്ലൈസ് ബൗണ്ടഡ്നെസ് ഇല്ലെങ്കിൽ ആ ഒരു തിയറം അവിടെ സാറ്റിസ്ഫൈ ചെയ്യപ്പെടണമെന്നില്ല എന്നതിനുള്ളൊരു എക്സാമ്പിളാണ്. അതുപോലെ ആ സീക്വൻസിലുള്ള സെറ്റ്സുകൾ ക്ലോസ്ഡ് അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു റിസൾട്ട് വാലിഡ് ആവണമെന്നില്ല. കാരണം ഫോർ എക്സാമ്പിൾ കൺസിഡർ ദ സീക്വൻസ് AN is equal to open 0 1/n. അപ്പോൾ ഓപ്പൺ 0 1/n എന്ന് പറയുന്നത് 0 1 ഫസ്റ്റ് വരും, അത് കഴിഞ്ഞിട്ട് 0 1/2 വരും, അത് കഴിഞ്ഞിട്ട് 0 1/3 ഇങ്ങനെ ആ ഒരു ഇൻ്റർവെൽ ചെറുതായി വരും. ഓക്കെ, വേറെ AN is ദിസ് സീക്വൻസ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നോക്കിക്കേ, A1 എന്ന് പറയുന്നത് 1 മുതൽ 0 വരെയുള്ള ഇൻ്റർവെൽ, A2 എന്ന് പറയുന്നത് 1/2 മുതൽ 0 വരെയുള്ള ഇൻ്റർവെൽ. അപ്പോൾ നോക്കിക്കേ, A1 കണ്ടെയ്ൻസ്, A2 കണ്ടെയ്ൻസ് എക്സെട്ര. ആ ഒരു ഫോമിൽ തന്നെയാണ് ഈ സീക്വൻസിലുള്ള എലമെൻറ്റ്സ് വരുന്നത്. സോ ദിസ് ഇസ് എ സീക്വൻസ് ഓഫ് നെസ്റ്റഡ് ഇൻ്റർവെൽസ് ആണ്. പക്ഷെ ഇത് ഓപ്പൺ അല്ല, ബൗണ്ടഡ് ആണ്. ഈ ഓരോ ANസും ഈ ഓരോ ANസും ക്ലോസ്ഡ് അല്ല, പക്ഷേ എന്താണ് ബൗണ്ടഡ് ആണ്. കാരണം എന്താണ്, ഇതൊക്കെ ഓപ്പൺ ഇൻ്റർവെൽസ് ആണ് വരുന്നത്. ആൻഡ് ഈ ഒരു ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എംപ്റ്റി സെറ്റാണ് കിട്ടുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെയും സെറ്റ് ക്ലോസ്ഡ് അല്ലാത്തത് കൊണ്ട് ക്ലോസ്ഡ് ആവുന്ന കേസിലെല്ലാം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ക്ലോസ്ഡും കൂടി ആണെങ്കിൽ ഇൻ്റർസെക്ഷൻ നോൺ എംപ്റ്റി ആണ്. പക്ഷെ ക്ലോസ്ഡ് അല്ലെങ്കിൽ ആ ഒരു തിയറം സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല എന്നതിനുള്ളൊരു എക്സാമ്പിളാണ് ഈ സീക്വൻസ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽസ് വരുന്നത്. ഇവിടെ നമ്മൾ ഈ ഇത്തരത്തിലുള്ള നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തപ്പോൾ നമ്മൾക്ക് എന്താണ് എംപ്റ്റി സെറ്റാണ് വരുന്നത്. സോ നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞ ആ ഒരു റിസൾട്ടിൽ സെറ്റ്സുകൾ ENs എന്തായാലും ക്ലോസ്ഡും ബൗണ്ടഡും ആയിരിക്കണം. ക്ലോസ്ഡും ബൗണ്ടഡും അല്ലെങ്കിൽ ആ ഒരു തിയറം സാറ്റിസ്ഫൈ ചെയ്യപ്പെടണമെന്നില്ല. ഇനി നെക്സ്റ്റ് റിസൾട്ടാണ്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഈച്ച് ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എ കോമ്പാക്ട് സ്പേസ് ഈസ് കോമ്പാക്ട് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. നമ്മൾക്ക് ഒരു ടോപ്പോളജിക്കൽ സ്പേസ് എടുത്താൽ ആ ഒരു ടോപ്പോളജിക്കൽ സ്പേസിൽ എല്ലാ ക്ലോസ്ഡ് സെറ്റും കോമ്പാക്റ്റ് ആവണമെന്നില്ല. പക്ഷേ നമ്മൾ എടുത്തിരിക്കുന്ന സ്പേസ് X കോമ്പാക്റ്റ് ആണെങ്കിൽ ആ കോമ്പാക്റ്റ് സ്പേസിലുള്ള ഏത് ക്ലോസ്ഡ് സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതെല്ലാം കോമ്പാക്റ്റ് ആയിരിക്കും. സോ ഒരു കോമ്പാക്റ്റ് സ്പേസിലുള്ള എല്ലാ ക്ലോസ്ഡ് സബ്സെറ്റുകളും എന്താണ് കോമ്പാക്റ്റ് ആണ്. സോ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആർബിട്രറി ആയിട്ടൊരു ക്ലോസ്ഡ് സെറ്റ് A കൺസിഡർ ചെയ്യാം. ലെറ്റ് A be a closed subset of a compact space X and O be an open cover of A. അപ്പോൾ നമ്മൾക്ക് ഒരു ഓപ്പൺ കവർ എടുത്തു. A എന്താണ്, ഓക്കെ, O be an open cover of A which consists of open sets in X. അപ്പോൾ ഒരു ഓപ്പൺ കവർ നമ്മളെടുത്തു. ആൻഡ് നമ്മൾക്ക് A കോമ്പാക്റ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഏത് ഓപ്പൺ കവർ എടുത്താലും അതിനെല്ലാം ഫൈനൈറ്റ് സബ് കവർ ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ഓപ്പൺ കവർ എടുത്തു. ഈ ഓപ്പൺ കവറിന് ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ A നമ്മൾക്ക് ക്ലോസ്ഡ് ആണ്. അപ്പോൾ X മൈനസ് A എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഈസ് ഓപ്പൺ ആണ്. അപ്പോൾ X മൈനസ് A ഓപ്പൺ ആണ്. ഇനി ഞാൻ എന്ത് ലിസ്റ്റ് ചെയ്യുന്നു, O എന്ന് പറയുന്ന സെറ്റ് എടുത്തു. ഓക്കെ, O യൂണിയൻ സിംഗിൾട്ടൺ X മൈനസ് A
എന്താണ് ഓയിലുള്ള എലമെൻറ്റ്സ് എല്ലാം എടുത്തു, അതിൻ്റെ കൂടെ എക്സ് മൈനസ് എ എന്ന് പറയുന്ന ആ ഒരു ഓപ്പൺ സെറ്റ് കൂടെ ചേർത്ത് എഴുതി. അങ്ങനെ കിട്ടിയ സെറ്റാണ് ഓ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ ഓ സ്റ്റാറും എന്താണ്, വിച്ച് ഈസ് ഓൾസോ എ കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ആണ്. ഇനി ഒ എന്ന് പറയുന്നത് എയുടെ ഓപ്പൺ കവറാണല്ലോ. സോ എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ യൂണിയൻ ഓഫ് ഓൾ ഓപ്പൺ സെറ്റ്സ് ഇൻ ഒ എന്ന് നമ്മൾക്ക് എഴുതാം. ഇൻ ദിസ് യൂണിയനിൽ എ കണ്ടെയ്ൻഡ് ആണ്. അപ്പോൾ എ യൂണിയൻ എക്സ് മൈനസ് എ എന്തിൽ കണ്ടെയ്ൻഡ് ആണ്? ഈ ഒരു യൂണിയൻ എക്സ് മൈനസ് എയിൽ കണ്ടെയ്ൻഡ് ആണ് അല്ലേ? അപ്പോൾ എ യൂണിയൻ എക്സ് മൈനസ് എ എന്താണ്? എക്സ് ആണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? എക്സ് ഇസ് ഈക്വൽ ടു ദ യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഇൻ ഒ ആൻഡ് എക്സ് മൈനസ് എ എന്ന് കിട്ടി അല്ലേ? അപ്പോൾ അതായത് ഈ എഴുതിയിരിക്കുന്ന മൊത്തം എന്താണ്? ഓ സ്റ്റാറിലുള്ള എലമെൻറ്റ്സ്. സോ എക്സ് ഇസ് ഈക്വൽ ടു ദ യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഇൻ ഓ സ്റ്റാർ എന്ന് കിട്ടി നമ്മൾക്ക്. ഇനി നോക്കുക, ഓ സ്റ്റാർ എന്ന് പറയുന്നത് അപ്പോൾ എന്തായി തീർന്നു? വിച്ച് ഈസ് എൻ ഓപ്പൺ കവർ ഫോർ ദ സ്പേസ് എക്സ് എന്ന് കിട്ടി. ആൻഡ് എക്സ് കോമ്പാക്റ്റ് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ് കോമ്പാക്റ്റ് ആയതുകൊണ്ട് എല്ലാ കവറിനും ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവും. അത് പ്രകാരം നമ്മൾക്കിവിടെ ഓ സ്റ്റാറിനും ഒരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരിക്കും അല്ലേ? സോ ഓ സ്റ്റാർ ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ വിച്ച് കണ്ടെയ്ൻസ് ഓൺലി finitely many members of O1, O2, etc. On of O and x minus a. എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ഒരു ഓ സ്റ്റാറിന് എന്തായാലും ഒരു ഫൈനൈറ്റ് സബ് കവർ ഓ ഡാഷ് എക്സിസ്റ്റ് ചെയ്യും അല്ലേ? ആൻഡ് ആ ഓ ഡാഷിലുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും? O1, O2, etc. ONും വരും, ഓയിലുള്ള എലമെൻറ്റ്സും വരും, പിന്നെ എന്താണ്? എക്സ് മൈനസ് എയും ഉണ്ടാവാം. അപ്പം നമ്മൾക്ക് എന്ത് കിട്ടി? ഫൈനൈറ്റ് സബ് കവർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? എക്സിനുള്ള ഫൈനൈറ്റ് സബ് കവറാണ്. അപ്പോൾ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു ദ യൂണിയൻ ഓഫ് ഐ ഇസ് ഈക്വൽ ടു 1 to n ഒ ഐ യൂണിയൻ എക്സ് മൈനസ് എ എന്ന് എഴുതാം അല്ലേ? ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ. ആൻഡ് നമ്മൾക്ക് എ ഇൻ്റർസെക്ഷൻ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. അപ്പോൾ എനിക്ക് എ കണ്ടെയ്ൻഡ് ഇൻ എന്താണ്? എക്സ് ആണ്. അപ്പോൾ എ കണ്ടെയ്ൻഡ് ഇൻ ദിസ് യൂണിയൻ എന്ന് കിട്ടും. അതായത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. സപ്പോസ് എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി യൂണിയൻ സി എന്നെടുത്തു. അതിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എം ടി ആണ്. അതായത് എയിലുള്ള ഒരു എലമെൻറ്റ് പോലും ബിയിൽ വരുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് പോസിബിലിറ്റിയാണ് ഉള്ളത്? എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ സി ആവാനല്ലേ ചാൻസ് ഉള്ളൂ. അതുപോലെ ഇവിടെ എ കണ്ടെയ്ൻഡ് ഇൻ ദിസ് യൂണിയൻ എന്ന് കിട്ടി. ആൻഡ് എ ഇൻ്റർസെക്ഷൻ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് എം ടി ആണ് അല്ലേ? എയും അതിൻ്റെ കോംപ്ലിമെൻറ്റും തമ്മിൽ ഇൻ്റർസെക്ഷൻ ഉണ്ടായിരിക്കുമോ? ഇല്ല. അപ്പോൾ പിന്നെ എന്താ പോസിബിലിറ്റി ഉള്ളത്? എ ഈ ഒരു ഓപ്പൺ സെറ്റ്സിൻ്റെ യൂണിയനിൽ കണ്ടെയ്ൻഡ് ആവാനാണ് ചാൻസ്. സോ എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ ഐ ഈസ് ഈക്വൽ ടു 1 to n ഒ ഐ എന്ന് കിട്ടി. അപ്പോൾ ഈ ഒ ഐൻ്റെ കളക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇതെന്താണ്? വിച്ച് ഈസ് എ ഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് ഒ ആണ്. ആൻഡ് വിച്ച് കവർ എ ആണ്. സോ നമ്മൾക്ക് എന്ത് പറയാം? ദിസ് ഈസ് എ ഫൈനൈറ്റ് സബ് കവർ ഫോർ എ ഡിറൈവ്ഡ് ഫ്രം ദ ഓപ്പൺ സെറ്റ്, ഡിറൈവ്ഡ് ഫ്രം ദ ഓപ്പൺ കവർ ഒ എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിൽ ഏത് ഓപ്പൺ കവർ എടുത്താലും നമുക്കൊരു ഫൈനൈറ്റ് സബ് കവർ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നത് കൊണ്ട് എ എന്തായി തീർന്നു? എ ഈസ് കോമ്പാക്റ്റ് എന്ന് കിട്ടി. ഓക്കെ, ഇപ്പം ഗ്രാഫിക്കലി പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു ബോർഡാണ് എനിക്ക് സ്പേസ് ആയിട്ട് വരുന്നതെന്ന് കരുതുക. ആൻഡ് ഞാനൊരു ക്ലോസ്ഡ് സെറ്റ് എ കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ എയുടെ ഒരു കവർ എടുത്തു, ഞാൻ ഓപ്പൺ കവർ എടുത്തു. ഞാൻ ഈ ബ്ലൂ ലൈൻ കൊണ്ട് വരയ്ക്കുന്നതാണ് ആ ഓപ്പൺ കവറിലുള്ള ഓരോ എലമെൻറ്റ്സ് എന്ന് കരുതുക. എനിക്കിപ്പോൾ ഇവിടെ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്ക്വയേഴ്സ് സ്ട്രക്ചറേ അത്തരത്തിലുള്ള ഓപ്പൺ സെറ്റ്സേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറേ ഉണ്ടെന്ന് കരുതുക. ഇങ്ങനെ കുറേ എലമെൻറ്റ്സ് വെച്ച് ഞാൻ എനെ മൊത്തത്തിൽ കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ നീല ലൈൻ കൊണ്ട് വരച്ചിരിക്കുന്ന സ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ ആ ഒരു ഓപ്പൺ കവറിലുള്ള എലമെൻറ്റ്സ് ആണ്. ഇനി ഞാൻ എന്ത് കൺസിഡർ ചെയ്യുന്നു? എ കോംപ്ലിമെൻറ്റ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് നോക്കിക്കേ, ഏതെല്ലാം എലമെൻറ്റ്സ് വരും? മൊത്തത്തിൽ വരും. എ അല്ലാത്ത എല്ലാ പോയിൻറ്റ്സും വരും. അപ്പോൾ എനിക്ക് എന്താണ്? എക്സ് മൈനസ് എ
ക്ലോസ്ഡ് ആയതുകൊണ്ട് എക്സ് മൈനസ് എ ഓപ്പൺ ആണ്. ഇപ്പം നിങ്ങൾ ഈ സ്ട്രക്ചറിൽ ഈ ഒരു വരച്ചിരിക്കുന്നത് നോക്കിക്കേ, യെല്ലോ ലൈൻസ് എക്സ് മൈനസ് എ ആണ്, ബ്ലൂ ലൈൻസിൽ വരുന്ന ഓരോ സ്ട്രക്ചറും ഓയിലുള്ള ഓപ്പൺ സെറ്റാണ്. അപ്പോൾ ഈ വരച്ചിരിക്കുന്ന യെല്ലോ ബ്ലൂ ലൈൻസ് കൊണ്ട് നമ്മൾക്ക് ദ ഹോൾ ബോർഡിനെ കവർ ചെയ്യാൻ പറ്റുന്നില്ലേ? അതേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഓയിലുള്ള സെറ്റ്സുകളെല്ലാം എയെ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് റിമൈനിങ് എലമെൻസിനെ കവർ ചെയ്യാൻ എക്സ് മൈനസ് എയും എടുത്തു. ആ രണ്ട് ഓപ്പൺ സെറ്റ്സുകളുടെയും കളക്ഷനാണ് ഓ സ്റ്റാർ എന്ന് പറയുന്നത്. ഓയിലുള്ള എലമെൻസും അതിൻ്റെ കൂടെ എക്സ് മൈനസ് എയും കൂടി ചേർത്ത്. അപ്പോൾ ഓ സ്റ്റാർ എന്തായി തീർന്നു? ഒരു ഓപ്പൺ കവർ ഫോർ ദ ഹോൾ ബോർഡായി. അതായത് എക്സ്, ഇപ്പം പ്രൂഫിലാണെങ്കിൽ എക്സിനുള്ളൊരു ഓപ്പൺ കവറായി. അപ്പോൾ എക്സ് കോമ്പാക്റ്റ് ആയതുകൊണ്ട് ഇതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫൈനൈറ്റ് സബ് കവർ എന്ന് പറയുമ്പോൾ എനിക്ക് നോക്കിക്കേ, ഈ രണ്ട് പോസിബിലിറ്റീസ് വരാം. ഒന്നെന്താണ്, ഇപ്പം ഞാൻ വരച്ചിരിക്കുന്നത് തന്നെ ക്ലിയർ ആണ്. എന്തായാലും എനിക്ക് റിമൈനിങ് എലമെൻസിനെ, എക്സ് മൈനസ് എയിലുള്ള എലമെൻസിനെ, എയിലല്ലാത്ത പോയിൻറ്റ്സിനെ കവർ ചെയ്യണമെങ്കിൽ ആ ഒരു ഫൈനൈറ്റ് സബ് കവറിൽ എന്തായാലും എക്സ് മൈനസ് എ എന്ന് പറയുന്ന എലമെൻറ്റ് കൂടെ വരണം. അല്ലെങ്കിൽ സപ്പോസ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഓപ്പൺ കവർ എന്ന് പറയുന്നത്, ഓപ്പൺ കവറിലുള്ള ഒരു സെറ്റ് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ എല്ലാ എലമെൻസും കൂടി ഉള്ളതാണെന്ന് കരുതുക, റിമൈനിങ് എല്ലാ പോയിൻറ്റ്സിനെയും കൂടി കവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എക്സ് മൈനസ് എൻ്റെ ആവശ്യം വരുന്നില്ല. ആ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് തന്നെ ആ ഒരൊറ്റ ഓപ്പൺ സെറ്റിൽ കണ്ടെയ്ൻഡ് ആയിത്തീരും അല്ലേ? അപ്പോൾ നമ്മൾക്ക് ആ രണ്ട് പോസിബിലിറ്റീസ് വരുന്നുണ്ട്. എങ്കിലും പോസിബിലിറ്റി ഏതായാൽ പോലും നമ്മൾക്ക് എന്താണ്, ആ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്, ഫൈനൈറ്റ് സബ് കവർ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്താണ്, അതിൻ്റെ ഈ ഒരു യൂണിയനിൽ എ കണ്ടെയ്ൻഡ് ആയിട്ട് വരുന്നുണ്ട്. സോ ഓ ഹാസ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് വിച്ച് കവേഴ്സ് എ. അപ്പോൾ അത്തരത്തിലൊരു ഫൈനൈറ്റ് സബ് കവർ ഉള്ളത് കൊണ്ട് എ എന്താണ്, കോമ്പാക്റ്റ് ആണ്. അപ്പോൾ ഇത് തന്നെയാണ് പ്രൂഫായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് റിസൾട്ടാണ്, ഈച്ച് കോമ്പാക്റ്റ് സബ്സെറ്റ് ഓഫ് എ ഹൗസ്ഡോർഫ് സ്പേസ് ഈസ് ക്ലോസ്ഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു കോമ്പാക്റ്റ് സ്പേസ് ആണെങ്കിൽ എല്ലാ ക്ലോസ്ഡ് സെറ്റുകളും കോമ്പാക്റ്റ് ആണെന്ന് നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്തു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ചൂസ് ചെയ്തിരിക്കുന്ന സ്പേസ് ഹൗസ്ഡോർഫ് സ്പേസ് ആണെങ്കിൽ അതിലുള്ള എല്ലാ കോമ്പാക്റ്റ് സെറ്റുകളും ക്ലോസ്ഡ് ആയിരിക്കുമെന്ന്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്, ഒരു ഹൗസ്ഡോർഫ് സ്പേസ് എക്സ് എടുത്തു. ലെറ്റ് എ ബി എ കോമ്പാക്റ്റ് സബ്സെറ്റ് ഓഫ് എ ഹൗസ്ഡോർഫ് സ്പേസ് എക്സ് എന്നെടുത്തു. നമ്മൾക്ക് എ ക്ലോസ്ഡ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് മൈനസ് എ ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്താൽ അതിൻ്റെ കോംപ്ലിമെൻ്റായ എ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ എക്സ് മൈനസ് എ ഓപ്പൺ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സ് മൈനസ് എ ഓപ്പൺ ആണെന്ന് പറയാൻ എക്സ് മൈനസ് എയിൽ നിന്ന് ഏത് പോയിൻ്റ് എക്സ് എടുത്താലും ആ പോയിൻറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് എന്താണ്, എക്സ് മൈനസ് എയിൽ കണ്ടെയ്ൻഡ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ എക്സ് മൈനസ് എയിൽ നിന്ന് ഏത് പോയിൻ്റ് എടുത്താലും അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് എക്സ് മൈനസ് എയിൽ കണ്ടെയ്ൻഡ് ആണെങ്കിൽ എക്സ് മൈനസ് എ എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും അല്ലേ? ഈ ഒരു റിസൾട്ട് നമ്മൾക്ക് വരുന്നുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ. അപ്പോൾ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ് മൈനസ് എ ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. ഫോർ ദാറ്റ് ലെറ്റ് എക്സ് ബിലോങ്സ് ടു എക്സ് മൈനസ് എ. ദെൻ ഫോർ എനി പോയിൻ്റ് വൈ ഇൻ എ നമ്മൾക്ക് എന്ത് പറയാം, എക്സ് ഹൗസ്ഡോർഫ് സ്പേസ് ആണ്. അപ്പോൾ എക്സ് മൈനസ് എക്സിൽ നിന്ന് എക്സ് ഓൾറെഡി ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ഏത് പോയിൻ്റ് വൈ എടുത്താലും ഇതിന് കറസ്പോണ്ടിങ് നമ്മൾക്ക് എന്താണ്, ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഹൗസ്ഡോർഫ് സ്പേസ് ദർ എക്സിസ്റ്റ് ടു ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റ്സ് യു വൈ ആൻഡ് വി വൈ സച്ച് ദാറ്റ് y belongs to uy and x belongs to vy എന്ന് പറയാം. ഇത്തരത്തിൽ രണ്ട് ഓപ്പൺ സെറ്റുകൾ, ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റ്സുകൾ നമ്മൾക്ക് കിട്ടും. Now consider the collection of all uys where o is the collection of uy where y belongs to a. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ uy ഞാൻ എക്സ് ഫിക്സ് ചെയ്തു. എയിലുള്ള ഓരോ വൈ എടുക്കുന്നവരും നമ്മൾക്ക് ഇത്തരത്തിൽ യു വൈയും വി വൈയും കിട്ടും.
അപ്പോൾ അത്തരത്തിലുള്ള യു വൈസിൻ്റെ കളക്ഷനാണ് ഒ. അപ്പോൾ ഒ എന്താണ്? ഒ ഇസ് എ കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റുകളാണ്. ആൻഡ് നമ്മൾക്ക് എന്താണ്? വൈ ബിലോങ്സ് ടു യു വൈ ഫോർ ഓൾ വൈ ബിലോങ്സ് ടു എ ആണ്. അപ്പോൾ ഞാൻ യൂണിയൻ വൈ ബിലോങ്സ് ടു എ യു വൈ എടുക്കുകയാണെങ്കിൽ ഏതിൽ നിന്ന് ഏത് എലമെൻ്റ് എടുത്താലും ഏതെങ്കിലും ഒരു യു വൈയിലുണ്ടാവും. അപ്പോൾ എന്താണ്? ഈ ഒരു യൂണിയനിൽ എ മൊത്തത്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. സോ എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ വൈ ബിലോങ്സ് ടു യൂണിയൻ ഓവർ വൈ ബിലോങ്സ് ടു എ യു വൈ എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് പറയാം? നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ഫാമിലി ഓഫ് ഓപ്പൺ സെറ്റ്സ് എന്താണ്? വിച്ച് ഈസ് എ ഓപ്പൺ കവർ ഫോർ എ ആണെന്ന് കിട്ടും. അപ്പോൾ ഇത് ഓപ്പൺ കവർ ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? എ കോമ്പാക്റ്റ് ആയതുകൊണ്ടും ഇതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവും. അപ്പോൾ ആ ഫൈനൈറ്റ് സബ് കവർ ഞാൻ ഇങ്ങനെ ഡിനോട്ട് ചെയ്തു. സിൻസ് ഒ ഈസ് എൻ ഓപ്പൺ കവർ ഫോർ എ ആൻഡ് എ ഈസ് കോമ്പാക്റ്റ്, ദർ എക്സിസ്റ്റ് എ ഫൈനൈറ്റ് സബ് കവർ സെറ്റ് യു വൈ ഐ where I is equal to 1 to n for the open set O എന്ന് കിട്ടി. Now consider the set U which is the union of all u y i's. ഈ യു വൈ ഐസിൻ്റെ യൂണിയൻ കൺസിഡർ ചെയ്ത അതിനെ ഞാൻ യു എന്ന് എഴുതി. ഓക്കെ, ഇനി നോക്കുക. യു ഇസ് ഈക്വൽ ടു യൂണിയൻ ഐ ഇസ് ഈക്വൽ ടു 1 to n യു വൈ ഐ ആണ്. ഇനി നമ്മൾക്ക് നോക്കുക, ഇവിടെ നിന്ന് തന്നെ ഒരു പോയിന്റ് കിട്ടി. എന്താണ്? ഓപ്പൺ ഫൈനൈറ്റ് സബ് കവർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ ഐ ഈസ് ഈക്വൽ ടു 1 to n യു ഐ ആയതുകൊണ്ട് എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ യു എന്ന് കിട്ടി. സോ ഇത് നമ്മൾക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നോക്കുക, യു വൈയും യു വൈ ഐയും വി വൈ ഐയും ഡിസ്ജോയിൻറ്റ് സെറ്റുകളാണ്. അതായത് ഈ ഒരു ഇൻ്റർസെക്ഷൻ എം ടി ആണ്. അപ്പോൾ യു വൈ ഐയും വി വൈ ഐയും ഇൻ്റർസെക്ഷൻ എം ടി ആയതുകൊണ്ട് യു വൈ ഐ ഇൻ്റർസെക്ഷൻ ഐ ഇസ് ഈക്വൽ. ഓക്കെ, വൺ മോർ തിങ്. അപ്പോൾ യു എന്ന് പറയുന്ന സെറ്റ് ഞാൻ എടുത്തു. ഇനി ഞാൻ വി ഡിഫൈൻ ചെയ്തിട്ടില്ല. വി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ യു ഐസിൻ്റെ കൂടെയോ യു വൈ ഐസിൻ്റെ കൂടെയെല്ലാം നമ്മൾ വി വൈ ഐസും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വി വൈ ഐസിൻ്റെ ഇൻ്റർസെക്ഷനാണ് വി. ഇവിടെ യൂണിയൻ ആണ്, ഇവിടെ ഇൻ്റർസെക്ഷൻ ആണ്. അപ്പോൾ യു വൈ ഐ ഇൻ്റർസെക്ഷൻ വി വൈ ഐ എം ടി ആണ്. ആൻഡ് ഈ ഒരു ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ വി വൈ ഐ ഫോർ ഓൾ വൈ ഐ ആണ്. അപ്പോൾ ഇത് രണ്ടും ഇൻ്റർസെക്ഷൻ എം ടി ആയതുകൊണ്ട് യു വൈ ഐ ഇൻ്റർസെക്ഷൻ ദിസ് വി ഇസ് ഈക്വൽ ടു എം ടി കിട്ടും ഫോർ ഓൾ വൈ ഐ. ഏത് വൈ ഐ എടുത്താലും ഈ ഒരു ഇൻ്റർസെക്ഷൻ എം ടി ആണ്. അപ്പോൾ എന്ത് പറയാം? നമ്മൾക്ക് യൂണിയൻ ഓവർ വൈ ഐ യു വൈ ഐ ഇൻ്റർസെക്ഷൻ വി എടുത്തു കഴിഞ്ഞാലും അതും എന്തായിരിക്കും? എം ടി ആയിരിക്കാം. അതായത് യു ഇൻ്റർസെക്ഷൻ വി എന്ന് പറയുന്നത് എം ടി സെറ്റ് കിട്ടി. സോ ഹിയർ യു ഇൻ്റർസെക്ഷൻ വി ആണ്. അപ്പോൾ യു ഇൻ്റർസെക്ഷൻ വി എന്ന് പറയുന്നത് എന്തായി? എം ടി സെറ്റ് കിട്ടി. അപ്പോൾ ദിസ് ഈസ് എം ടി. അപ്പോൾ യുവും വിയും ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റുകളാണെന്ന് കിട്ടി. ഈ യുവും വിയും ഓപ്പൺ സെറ്റ് ആകുന്നത് എങ്ങനെയാണ്? ഇവിടെ യു വൈ ഐസ് എല്ലാം ഓപ്പൺ ആണ്. സോ ദെയർ യൂണിയൻ ഈസ് ഓൾസോ ഓപ്പൺ. ഇവിടെ വി വൈ ഐസ് എല്ലാം ഓപ്പൺ ആണ്. സോ ദെയർ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷനാണ് നമ്മളിവിടെ എടുക്കുന്നത്. സോ വിയും ഓപ്പൺ ആയി. അപ്പോൾ യുവും വിയും ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റുകളാണ്. ഇനി കൺസിഡർ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ യു ആണെന്ന്. അപ്പോൾ എ കണ്ടെയ്ൻഡ് ഇൻ യു ആയതുകൊണ്ട് എ ഇൻ്റർസെക്ഷൻ വി എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ഫൈ ആണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ വി ഫൈ ആയതുകൊണ്ട് വി എവിടെയാണ് കണ്ടെയ്ൻഡ് ആവുന്നത്? എക്സ് മൈനസ് എയിൽ. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി ഇവിടെ? ഫോർ ഈച്ച് ഇനി നമ്മൾ എന്താണ് ഈ വിയും യു വൈയും വി വൈയും ഡിഫൈൻ ചെയ്തത് എങ്ങനെയായിരുന്നു? വൈ ബിലോങ്സ് ടു യു വൈയും എക്സ് ബിലോങ്സ് ടു വി വൈയും ഇത്തരത്തിലുള്ള ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റുകളായിരുന്നു യു വൈയും വി വൈയും.
അപ്പോൾ ഞാൻ VYIs എടുത്തപ്പോൾ അതിലെല്ലാം എന്തുണ്ടായിരിക്കും? എക്സ് ഉണ്ടായിരിക്കും. നമ്മൾ അവിടെ എക്സ് വേരി ചെയ്യുന്നില്ലായിരുന്നു, വൈ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഫോർ എ ഫിക്സഡ് എക്സ് ആയിരുന്നു നമ്മൾ അത്രയും കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ എല്ലാ VYയിലും എക്സ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സിലും ഈ VYIസിലും എക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ VYIസിലും എക്സ് ഉള്ളത് കൊണ്ട് ദെയർ ഇൻ്റർസെക്ഷനിലും എന്തുണ്ടായിരിക്കും? എക്സ് ഉണ്ടായിരിക്കും. സോ ആ ഒരു ഇൻ്റർസെക്ഷൻ എന്താണ്? V. സോ എക്സ് ബിലോങ്സ് ടു V എന്ന് കിട്ടി. ആൻഡ് V കണ്ടെയ്ൻഡ് ഇൻ എക്സ് മൈനസ് എ ആണെന്നും കിട്ടി. അപ്പോൾ എക്സ് മൈനസ് എയിൽ നിന്ന് ഏത് എക്സ് എടുത്താലും നമ്മൾക്ക് എന്താണ്? എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നൊരു ഓപ്പൺ സെറ്റ് ഉണ്ട്, വിച്ച് കണ്ടെയ്ൻഡ് ഇൻ എക്സ് മൈനസ് എ എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എക്സ് മൈനസ് എ എന്തായി? ഓപ്പൺ സെറ്റായി. അപ്പോൾ എക്സ് മൈനസ് എ ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട് എ എന്തായി? ക്ലോസ്ഡ് സെറ്റായി. സോ നമ്മൾക്ക് എന്താണ്? ഒരു ഹൗസ്ഡോഫ് സ്പേസിലുള്ളൊരു കോമ്പാക്ട് സെറ്റാണ് എടുക്കുന്നതെങ്കിൽ അതെപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. ഇനി തിരിച്ച് ഒരു കോമ്പാക്ട് സ്പേസിലുള്ള ക്ലോസ്ഡ് സെറ്റാണ് എടുക്കുന്നതെങ്കിൽ അതെപ്പോഴും കോമ്പാക്ട് സെറ്റാണ് എടുക്കുന്നതെങ്കിൽ ക്ലോസ്ഡ് സെറ്റാണ് എടുക്കുന്നതെങ്കിൽ അതെപ്പോഴും കോമ്പാക്റ്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് കൊറോളറിയാണ്. നമ്മളിപ്പം പ്രൂവ് ചെയ്ത രണ്ട് റിസൾട്ടും കൂടി കമ്പൈൻ ചെയ്തുള്ള സ്പേസിലുള്ളൊരു കൊറോളറി. ലെറ്റ് എക്സ് ബി എ കോമ്പാക്റ്റ് ഹൗസ്ഡോഫ് സ്പേസ്. കോമ്പാക്ട് സ്പേസുമാണ്, ഹൗസ്ഡോഫ് സ്പേസുമാണ്. ഇപ്പം തന്നെ പറയാൻ പറ്റും, തൊട്ട് മുന്നേ പറഞ്ഞ രണ്ട് റിസൾട്ടും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളത്. അപ്പോൾ ലെറ്റ് എക്സ് ബി എ കോമ്പാക്ട് ഹൗസ്ഡോഫ് സ്പേസ് ആൻഡ് എ സബ്സെറ്റ്. അപ്പം നമ്മൾക്ക് ഇനി സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. A subset A of X is compact if and only if it is closed. അപ്പോൾ ഈ ഒരു കോമ്പാക്ട് ഹൗസ്ഡോഫ് സ്പേസിൽ എക്സിൻ്റെ ഒരു സബ്സെറ്റ് കോമ്പാക്റ്റ് ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്താണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ക്ലോസ്ഡ്. സോ എ സബ്സെറ്റ് ഓഫ് എക്സ് ഈസ് ക്ലോസ്ഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് കോമ്പാക്ട്, ആൻഡ് കോമ്പാക്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ക്ലോസ്ഡ്. ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും നമ്മൾക്ക് പറയാം. ഇനി പ്രൂഫ് നോക്കാം. സപ്പോസ് എക്സ് ഈസ് എ കോമ്പാക്ട് ഹൗസ്ഡോഫ് സ്പേസ്. അപ്പോൾ എക്സ് കോമ്പാക്റ്റ് ആയതുകൊണ്ട് തന്നെ കോമ്പാക്റ്റ് ഹൗസ്ഡോഫ് സ്പേസ് ആണ്. അതിൽ കോമ്പാക്ട്നെസ്സിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് തന്നെ നമ്മൾക്ക് എന്ത് പറയാം? എല്ലാ ക്ലോസ്ഡ് സബ്സെറ്റുകളും കോമ്പാക്റ്റ് ആണെന്ന് പറയാം. സോ എ ഈസ് ക്ലോസ്ഡ് ഇൻ ദിസ് സ്പേസ് എക്സ് ഇംപ്ലൈസ് എ ഈസ് കോമ്പാക്റ്റ്. ഇനി തിരിച്ച് നമുക്ക് എ എന്ന് പറയുന്ന ഒരു കോമ്പാക്റ്റ് സ്പേസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? എ എന്ന് പറയുന്ന എ കോമ്പാക്റ്റ് സബ്സെറ്റ് ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഹൗസ്ഡോഫ് ആയതുകൊണ്ട് തൊട്ട് മുന്നത്തെ റിസൾട്ട് പ്രകാരം അതിലുള്ള എല്ലാ കോമ്പാക്ട് സ്പേസും ക്ലോസ്ഡ് ആണ്. സോ ഒരു കോമ്പാക്ട് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതെന്തായിത്തീരും? ഇവിടെ ക്ലോസ്ഡ് ആയിത്തീരും. സോ ഇൻ ടോട്ടൽ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഈ കോമ്പാക്ട് ഹൗസ്ഡോഫ് സ്പേസിൽ നിന്ന് ഏത് സെറ്റ് എടുത്തു കഴിഞ്ഞാലും ആ സെറ്റ് കോമ്പാക്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു റിസൾട്ടിലോട്ടാണ് പോകുന്നത്. If A and B are disjoint compact subset of a Hausdorff space X, then there exist open sets U and V in X such that A contained in U and B contained in V. There exist disjoint open sets. There exist disjoint open sets U and V in X such that A contained in U and B contained in V. എന്താണ് റിസൾട്ട് പറയുന്നത്? നമ്മളൊരു ഹൗസ്ഡോഫ് സ്പേസ് എക്സ് എടുത്തു. അപ്പോൾ അതിൽ നിന്ന് ഏത് രണ്ട് ഡിസ്ജോയിൻ്റ് ഓപ്പൺ സെറ്റ്സ് ക്ലോസ്ഡ് കോമ്പാക്ട് സെറ്റുകൾ ഡിസ്ജോയിൻ്റ് കോമ്പാക്ട് സെറ്റുകൾ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ഡിസ്ജോയിൻ്റ് ഓപ്പൺ സെറ്റ്സ് യു ആൻഡ് വി എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ യു ആൻഡ് ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ വി. ഇതാണ് റിസൾട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? രണ്ട് ഡിസ്ജോയിൻ്റ് കോമ്പാക്ട് സെറ്റുകൾ എടുക്കണം ആൻഡ് യു എക്സിസ്റ്റൻസ് ഓഫ് യു ആൻഡ് വി പ്രൂവ് ചെയ്യണം. ഫോർ ദാറ്റ് suppose A and B are disjoint compact subset of a Hausdorff space X. Then for each X belongs to B and Y belongs to A. നമ്മൾ നേരത്തെ റിസൾട്ടിൽ പറഞ്ഞതുപോലെ നമ്മൾക്ക് എന്താണ്? there exist two disjoint open sets UY and VY such that Y belongs to UY and X belongs to VY. ഇതെങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? എക്സ് ഹൗസ്ഡോഫ് സ്പേസ് ആയതുകൊണ്ടാണ് നമ്മൾക്ക് ഈ രണ്ട് പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ഇങ്ങനെ രണ്ട് ഓപ്പൺ സെറ്റുകൾ ഡിഫൈൻ ചെയ്യാൻ പറ്റിയത്.
അപ്പോൾ ഞാനിവിടെ എക്സ് ഫിക്സ് ചെയ്തു. അപ്പോൾ ഇവിടെ എക്സ് വേരി ചെയ്യുന്നില്ല, വൈ വേരി ചെയ്യുന്നു. അപ്പോൾ വൈ വേരി ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ്, ഓപ്പൺ സെറ്റുകൾ യു വൈസും വി വൈസും കിട്ടും. ഡിസ്ജോയിൻ്റ് ഓപ്പൺ സെറ്റ്സ് വിത്ത് വൈ ബിലോങ്സ് ടു യു വൈ ആൻഡ് എക്സ് ബിലോങ്സ് ടു വി വൈ. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ്, എയിലുള്ള ഏത് വൈ എടുത്താലും നമുക്ക് എന്താണ് യു വൈസ് കിട്ടുന്നുണ്ട്. ആ യു വൈസിൻ്റെ എല്ലാം യൂണിയൻ എടുത്താൽ അതിലെല്ലാം എയിലുള്ള എലമെൻറ്റ്സ് വരുമല്ലോ, എയിലുള്ള എല്ലാ എലമെൻറ്റ്സും വരും. അതിലെല്ലാം അല്ല, ആ യൂണിയനിൽ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും വരും. സോ എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ യൂണിയൻ ഓഫ് വൈ ബിലോങ്സ് ടു എ യു വൈ എന്ന് നമ്മൾക്ക് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ എക്സ് ഫിക്സഡ് ആണ്, അത് നോട്ട് ചെയ്യാം. ഇനി ഞാൻ എന്തെടുക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് മുന്നത്തെ പ്രൂഫിൽ വരുന്നത് പോലെ തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. ഈ യു വൈസിൻ്റെ എല്ലാം കളക്ഷൻ എടുത്തു. അപ്പോൾ ഒ എന്ന് പറയുന്നത് തൊട്ട് മുന്നേ നമ്മൾ എന്ത് പറഞ്ഞു, എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ യൂണിയൻ ഓഫ് യു വൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം ഞാൻ യു വൈസിൻ്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഓപ്പൺ കവർ ഫോർ എ. കാരണം എന്താണ്, ഈ ഇതിലുള്ള സെറ്റ്സുകളെല്ലാം ഓപ്പൺ ആണ്. ഈ ഓപ്പൺ സെറ്റ്സിൻ്റെ യൂണിയനിൽ എ കണ്ടെയ്ൻഡ് ആണ്. അപ്പോൾ നമ്മൾക്ക് എന്താണ്, കവറാണെന്ന്, ഓപ്പൺ കവറാണെന്ന് കിട്ടി. പക്ഷേ എ എന്താണ്, കോമ്പാക്റ്റ് ആണ്. അപ്പോൾ എ കോമ്പാക്റ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം, O has a finite subcover UYI where I is equal to 1 to n. ഒരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്ന് പറയാം. ആൻഡ് ഫൈനൈറ്റ് സബ് കവറിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എന്താണ്, സബ് കവറിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ആ അതിലുള്ള എലമെൻസിൻ്റെ യൂണിയൻ എടുത്താൽ അതിൽ എ കണ്ടെയ്ൻഡ് ആയിരിക്കും. സോ യു വൈസിൻ്റെ യൂണിയൻ എടുത്താൽ അതിൽ എ കണ്ടെയ്ൻഡ് ആയിരിക്കും. ഇനി ഞാൻ രണ്ട് സെറ്റുകൾ, ഓപ്പൺ സെറ്റ്സുകൾ യു എക്സും വി എക്സും ഡിഫൈൻ ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എക്സ് വേരി ചെയ്യുന്നില്ല, എക്സ് അവിടെ ഫിക്സഡ് ആണ്. അപ്പോൾ ഒരു എക്സിനാണ് നമ്മൾ ഇത്രയും യു വൈസും വി വൈസും ഡിഫൈൻ ചെയ്തത്. അപ്പം ഞാനിപ്പം ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഓപ്പൺ സെറ്റ്സുകൾക്ക് യു എക്സ് എന്നും വി എക്സ് എന്നും നെയിം ചെയ്യുന്നു. ആൻഡ് യു എക്സ് എന്ന് പറയുന്നത് ഇതാ ഈ യൂണിയനാണ്. ആൻഡ് വി എക്സ് എന്ന് പറയുന്നത് ഈ യു വൈ ഐസിന് കറസ്പോണ്ടിങ് നമ്മൾക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന വി വൈ ഐസിൻ്റെ ഇൻ്റർസെക്ഷനാണ്. അപ്പോൾ യു എക്സും വി എക്സും ഡിഫൈൻ ചെയ്തു. ആൻഡ് നമ്മൾ അവിടെ പ്രൂവ് ചെയ്തത്, തൊട്ട് മുന്നത്തെ റിസൾട്ടിൽ പ്രൂവ് ചെയ്ത അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് നമ്മൾക്ക് എന്തും പറയാം, യു എക്സ് ഇൻ്റർസെക്ഷൻ വി എക്സ് എന്ന് പറയുന്നത് എം ടി ആണെന്ന് പറയാം. സോ യു എക്സും വി എക്സും എം ടി സെറ്റ്സ് ആണ്. ആൻഡ് ഇവിടെ നിന്ന് എ ഇസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് യൂണിയൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഈ ഒരു യൂണിയനെയാണ് നമ്മൾ യു എക്സ് എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ എ കണ്ടെയ്ൻഡ് ഇൻ യു എക്സ് എന്നും പിന്നെ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്, എക്സ് ബിലോങ്സ് ടു ദ ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ ദീസ് എലമെൻറ്റ്സ്, അതായത് വി എക്സ് എന്നും പറയാം. സോ എ കണ്ടെയ്ൻഡ് ഇൻ യു എക്സ് ആൻഡ് എക്സ് ബിലോങ്സ് ടു വി എക്സ്. ആൻഡ് വൺ മോർ തിങ്, എക്സ് ഇൻ്റർസെക്ഷൻ വി എക്സ് ഇസ് ഈക്വൽ ടു 5. ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് നേരത്തെ റിസൾട്ടിൽ പ്രൂവ് ചെയ്തത് പ്രകാരം തന്നെ ഡയറക്റ്റ് എടുക്കാം. ഇനി now consider the collection O is equal to Vx such that x belongs to B. ഇത്തരത്തിൽ ഞാൻ പറഞ്ഞ എക്സ് ബിലോങ്സ് ടു ബി ഫിക്സഡ് ആയിരുന്നു. ആൻഡ് ഈ ഒരു കാര്യം നമുക്ക് ഇങ്ങനെ ഈ ഒരു വി എക്സ് എന്ന് പറയുന്ന ഓപ്പൺ സെറ്റ് ബിയിലുള്ള ഓരോ എലമെൻറ്റിന് കറസ്പോണ്ടിങ് കിട്ടും. അപ്പോൾ ആ ഓപ്പൺ സെറ്റ്സുകളുടെ എല്ലാം കളക്ഷൻ എടുക്കുക. അപ്പോൾ എന്താണ്, ഞാൻ ഈ ഓപ്പൺ സെറ്റ്സുകളുടെ യൂണിയൻ എടുത്തു, എക്സ് ബിലോങ്സ് ടു ബി വി എക്സ്. അപ്പോൾ ഞാനൊരു എക്സ് എടുത്താൽ അത് ഏതെങ്കിലും ഒരു വി എക്സിൽ കണ്ടെയ്ൻഡ് ആണ്. സോ ബിയിലുള്ള എല്ലാ എലമെൻസും ഈ ഒരു യൂണിയനിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. സോ ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് യൂണിയൻ എന്ന് കിട്ടി, അതായത് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒ എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഇസ് എ കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ആണ്. ആൻഡ് ആ ഒരു ഓപ്പൺ സെറ്റ്സിൻ്റെ യൂണിയനിൽ ബി കണ്ടെയ്ൻഡ് ആണെന്ന് കിട്ടി. സോ ഒ എന്താണ്, ഓപ്പൺ കവറാണെന്ന് കിട്ടി. ഇവിടെ ഞാൻ ഒ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ട് ഞാനിവിടെ O1 എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ O1 എന്ന് പറയുന്നത് ബിയുടെ ഒരു ഓപ്പൺ കവറാണെന്ന് കിട്ടി. ആൻഡ് ബി എന്താണ്, കോമ്പാക്റ്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് അത് പ്രകാരം കോമ്പാക്ട്നെസ്സിൻ്റെ ഡെഫിനിഷൻ പ്രകാരം O1-നൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരിക്കും. അതിന് ഞാൻ ഇതാ ഇങ്ങനെ എടുത്തു, ലെറ്റ് വി എക്സ് ഐ വെർ ഐ ഇസ് ഈക്വൽ ടു 1 to n ബി എ ഫൈനൈറ്റ് സബ് കവർ ഓഫ് O1 and which cover B. അപ്പോൾ B contained in this the union of these elements എന്ന് കിട്ടും. So B is contained in
I is equal to 1 to n Vxi എന്ന് കിട്ടി. ഓക്കെ, നൗ എന്തെടുക്കുകയെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾക്ക് യു എക്സുകൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വി എക്സുകളും നമ്മൾക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു ഫൈനൈറ്റ് സബ് കവറിൽ പറഞ്ഞിരിക്കുന്ന വി എക്സൈസ് എടുക്കുക. വി എക്സൈസിൻ്റെ യൂണിയന് വി എന്ന് ഡിനോട്ട് ചെയ്യുക. ആൻഡ് ഈ വി എക്സൈസിന് കറസ്പോണ്ടിങ് നമ്മൾക്ക് യു എക്സൈസ് ഉണ്ടായിരിക്കുമല്ലോ. പെയർ ഒരുമിച്ചല്ലേ നമ്മൾ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ആ യു എക്സൈസിൻ്റെ ഇൻ്റർസെക്ഷനെ യു എന്നും എടുക്കുക. അപ്പോൾ യു എന്ന് പറയുന്നത് എന്താണ്? ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ആണ്. അപ്പോൾ യു എന്ന് പറയുന്നത് ഓപ്പൺ ആയി. ആൻഡ് വി എന്ന് പറയുന്നത് ഓപ്പൺ സെറ്റ്സിൻ്റെ യൂണിയൻ ആണ്. അപ്പോൾ വിയും എന്താണ്? ഓപ്പൺ ആണ്. സോ യുവും വിയും ഓപ്പൺ ആണ്. ആൻഡ് എ കണ്ടെയ്ൻഡ് ഇൻ യു എക്സ് ഐ ഫോർ ഓൾ ഐ ആയതുകൊണ്ട് ഈ യു എക്സ് ഐസിൻ്റെ ഇൻ്റർസെക്ഷനിലും എ കണ്ടെയ്ൻഡ് ആയിരിക്കും. ആൻഡ് ഈ ഒരു ഇൻ്റർസെക്ഷനെയാണ് നമ്മൾ യു എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ യു എന്ന് കിട്ടി. അപ്പോൾ എ കണ്ടെയ്ൻഡ് ഇൻ യു ആണ്. ഇനി നമ്മൾ എന്തെടുക്കുക? ആൻഡ് ബി കണ്ടെയ്ൻഡ് ഇൻ വിയും ആണ്. കാരണം എന്താണ്? നമ്മൾ ഫൈനൈറ്റ് സബ് കവർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബി കണ്ടെയ്ൻഡ് ഇൻ ദിസ് യൂണിയൻ ആണ്. ആൻഡ് ഈ ഒരു യൂണിയനെയാണ് നമ്മൾ വി എന്ന് നെയിം ചെയ്തിരിക്കുന്നത്. സോ ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ വി എന്നും കിട്ടി. ഇനി ഇത് രണ്ടും ഡിസ്ജോയിൻറ്റ് സെറ്റുകളാണ്. കാരണം യു എക്സ് ഐ ഇൻ്റർസെക്ഷൻ വി എക്സ് ഐ എന്താണ്? എം ടി സെറ്റാണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? യു ഇൻ്റർസെക്ഷൻ വി എന്ന് പറയുന്നതും എം ടി സെറ്റായി. ഫോർ ഓൾ ഐ ഈ ഒരു ഇൻ്റർസെക്ഷൻ എം ടി ആയതുകൊണ്ട് യു ഇൻ്റർസെക്ഷൻ വിയും എം ടി ആണ്. സോ യുവും വിയും ടു ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റ്സ് ഇൻ എക്സ് ആണ് വിത്ത് എ കണ്ടെയ്ൻഡ് ഇൻ യു ആൻഡ് ബി കണ്ടെയ്ൻഡ് ഇൻ വി. അപ്പോൾ നമ്മൾക്ക് ഇതായിരുന്നു, ഈ രണ്ട് ഓപ്പൺ സെറ്റുകളുടെ എക്സിസ്റ്റൻസ് ആയിരുന്നു പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. സോ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് കൊറോളറിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എ കോമ്പാക്റ്റ് ഹൗസ്ഡ് സ്പേസ് എക്സ്, then there exist disjoint open sets U and V in X with A contained in U and B contained in B. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ റിസൾട്ട് ഏത് സ്പേസിലായിരുന്നു പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നോക്കിക്കേ, ഹൗസ്ഡ് ഓഫ് സ്പേസ്, എക്സ് ഹൗസ്ഡ് ഓഫ് സ്പേസ് ആണെങ്കിൽ അവിടെ ഏത് ഡിസ്ജോയിൻറ്റ് കോംപ്ലക്സ് സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിനൊക്കെ കറസ്പോണ്ടിങ് നമുക്ക് ഇങ്ങനെ എ പെയർ ഓഫ് ഓപ്പൺ സെറ്റ്സ് കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ കൊറോളറിയിൽ പറഞ്ഞിരിക്കുന്ന സ്പേസ് ഏതാണ്? കോമ്പാക്റ്റ് ആൻഡ് ഹൗസ്ഡ് ഓഫ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ രണ്ട് ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സുകൾ ഈ ഒരു കോമ്പാക്റ്റ് ആൻഡ് ഹൗസ്ഡ് ഓഫ് സ്പേസിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് കോമ്പാക്റ്റ് സ്പേസ് ആയതുകൊണ്ട് എന്താണ് നമ്മൾക്ക് എന്ത് പറയാം? എയും ബിയും എന്താണ്? ക്ലോസ്ഡ് ആയതുകൊണ്ട് നമ്മൾ മുൻപേ പ്രൂവ് ചെയ്ത പ്രകാരം കോമ്പാക്റ്റ് ഹൗസ്ഡ് ഓഫ് സ്പേസിൽ എല്ലാ ക്ലോസ്ഡ് സെറ്റുകളും കോമ്പാക്റ്റ് ആണ്. അപ്പോൾ അത് പ്രകാരം എയും ബിയും എന്താണ്? ഈ ഒരു സ്പേസിൽ കോമ്പാക്റ്റ് ആണെന്ന് കിട്ടി. സോ എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ് കോമ്പാക്റ്റ് സബ്സെറ്റ്സ് ഓഫ് ഹൗസ്ഡ് ഓഫ് സ്പേസ് എക്സ് ആണെന്ന് കിട്ടി. ആൻഡ് തൊട്ട് മുന്നത്തെ റിസൾട്ട് പ്രകാരം നമ്മൾക്ക് എന്താണ്? ഏത് രണ്ട് ഡിസ്ജോയിൻറ്റ് കോമ്പാക്റ്റ് സബ്സെറ്റ് ഓഫ് എ ഹൗസ്ഡ് ഓഫ് സ്പേസ് എടുത്താലും അതിനെ രണ്ടിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് പ്രകാരം നമ്മൾക്ക് ഇവിടെ ദർ എക്സിസ്റ്റ് ടു ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റ്സ് U and V in X such that A is contained in U and B is contained in V എന്ന് കിട്ടി. സോ ഈ ഒരു പ്രൂഫ് ഇവിടെ കംപ്ലീറ്റ് ആയി. സെക്ഷൻ 6.1 ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ.